രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. കാലിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാർ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടാനാവോളം വന്ദിക്കുന്നേ. വാണിടുക നാരദമെന്നുടെ നാവുതന്മേൽ വാണിമാതാവേ വർഗവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയെ മുതാ നാവിന്മേൽ നടനം ചെയ്കേണാങ്കനനെ യഥാ കാനനെ ദിഗംബരൻ വാരിജോത്ഭവ മുഖവാരിജ വാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രേഷ്ഠമായ ഈ മാസത്തിൽ ചേട്ടാ 22-ാമത്തെ ദിവസമല്ലേ ഇന്ന്? 24-ാമത്തെ ദിവസം രാമായണം നമ്മൾ പിന്നിടുമ്പോൾ രാമചന്ദ്ര പ്രഭുവിന്റെ ആ ശ്രേഷ്ഠതയെ, ശ്രേഷ്ഠമായ വ്യക്തിത്വവും, എന്തുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ പുരുഷ ഭാവത്തിൽ നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെയും ആ ആദർശം എന്തിനു വേണ്ടിയിട്ടാണെന്നും നമുക്ക് മനസ്സിലായി, നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ശ്രീമദ് മഹാഭാഗവതത്തില് ദശമസ്കന്ധത്തില് 14-ാമത്തെ അധ്യായം 8-ാമത്തെ ശ്ലോകം 10.14.8 പറയുന്നു: തത്തേ അനുകമ്പാം സുസമീക്ഷമാനോ ഭുഞ്ജന ഏവാത്മാകൃതം വിപാകം തതേ അനുകമ്പം സുസമീക്ഷണോ ഭുജന ഏവാത്മാകൃതം വിപാകം ഹൃദ്വാത് ബഹുഭിർ വിദധാൻ നമസ്തേ ജീവേതയോ മുക്തിപദേ സദായാ ഭാഗ്. Translation, His Grace Srila Prabhupada Ki Jai. My dear Lord, one who earnestly waits for you to bestow your classless mercy upon him, and while patiently suffering the reactions of his past misdeeds and offering you respectful obeisances with his heart, words and body, is surely eligible for liberation, for it has become his rightful claim. അതിന്റെ ശുദ്ധ മലയാള അർത്ഥാർത്ഥം പറയാൻ പറ്റുമോ? My Lord, one who earnestly waits for you to bestow your costless mercy upon him, all the while patiently suffering the reasons of his past misdeeds and offering you respectful obeisance with his heart, words and body, is surely eligible for liberation, for it has become his rightful claim. Malayalam. നമ്മളെല്ലാം വന്ന് അനുരാധ മാതാജി പറയാൻ പോകണം തോന്നുന്നു. ഹരേ കൃഷ്ണ.
യെസ്, വരൂ. അറിഞ്ഞൂടാ ഇതിന്റെ എനിക്ക് അറിഞ്ഞൂടാ. ഞാനത് പറഞ്ഞു നോക്കിയതാണ് ഒന്നുകൂടെ. എനിക്കൊന്നുമേ മനസ്സിലായില്ല. ആര് കോൺടെസ്റ്റ് ഇതെങ്ങനെ ആരോട് പറയും നമുക്ക് ഒരു പിടിയും. ഭാഗവതത്തിൽ 10:8 അല്ല 14. എനിക്കിത് നമ്മള് രാമായണത്തിൽ തുടങ്ങിയത് തന്നെ ദശരഥന്റെ ജന്മത്തോടെ, ദശരഥന്റെ ആ സഞ്ചിത കർമ്മ വിധി അത് സൂക്ഷിച്ചു വെച്ചിട്ട് രാജാവായി, വിവാഹം കഴിഞ്ഞു, രാജാവായി, പുത്രന്മാരായി, പുത്രന്മാർ രാജസിംഹാസനത്തിൽ എത്തിയ ദിവസം ആ കർമ്മഫലം പതുക്കെ മുളച്ചു വന്നു. അത് പരിപുഷ്ടമായി ആ വിധി അദ്ദേഹത്തിൽ കൂടി. അപ്പം പറയുന്നതെല്ലാം കർമ്മ പദ്ധതികളും വിധി ന്യായങ്ങളുമാണ്. നമ്മുടെ ഓരോ ജന്മവും കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ്. അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന ഈ ജന്മവും ഓരോരോ കർമ്മഫലങ്ങൾക്കനുസരിച്ച് കിട്ടിയതാണ്. നമ്മളെ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് മുക്തി വരണം എന്നുണ്ടെങ്കിൽ ഭഗവാനെ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഭഗവാനെ ശരണാഗതി പ്രാപിക്കുമ്പോൾ ദയാലുവായ ഭഗവാൻ നമ്മുടെ പാപങ്ങളിൽ നിന്നെല്ലാം എടുത്ത് പുറത്തു കൊണ്ടുവരും എന്നൊരു വാക്ക്, എന്നൊരു ഉറപ്പാണ് ഭഗവാൻ പറയുന്നത്. നോക്കൂ, എത്ര ക്രൂരതയാണ് ഭഗവാന്റെ അടുത്ത് പൂതന ചെയ്തത്. ഒരമ്മയുടെ രൂപത്തിൽ ചെന്നു സ്വന്തം മുല വിഷം പുരട്ടി ഭഗവാനെ കൊണ്ട് കുടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച ആ സ്ത്രീയെയും മാതൃത്വത്തിന്റെ ഭാവത്തിൽ എടുത്ത് ആ മാതൃത്വത്തിന്റെ സ്ഥാനം കൊടുത്തിട്ട് ആ സ്ത്രീക്കും മോക്ഷം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം ദയാലുവായിട്ടുള്ള വ്യക്തി ഈ ലോകത്തിൽ ആരുണ്ട്? രാമായണത്തിന്റെ വരികളിലൂടെ നമ്മൾ പോകുമ്പോൾ ഭഗവാനെ ശരണാഗതി പ്രാപിക്കാൻ വേണ്ടുന്ന ആ ഒരു പൊസിഷൻ, ആ ഒരു അവസ്ഥയിലേക്ക് ശരീരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ ശ്ലോകം പറഞ്ഞേനെ. ജയപ്രകാശ് പ്രഭു, ശ്ലോകം. യെസ്. യത് കരോഷി യദസ്നാസി യജ്ജുഹോഷി യദതായസ് തത് തപസ്യസ്യ കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. ഐ തിങ്ക് കറക്റ്റ് ആണ് തോന്നുന്നു. അതെ, അത് തന്നെ. ഞാൻ ഈ ഷെയർ സ്ക്രീൻ മാറ്റാൻ നോക്കിയിട്ടുണ്ട്. സ്റ്റോപ്പ് ചെയ്യ ബ്രോ. അത് തന്നെ മാറാനാണ് ഞാൻ നോക്കുന്നത്. അതെങ്ങനെ മാറ്റും? ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മുടെ വ്യാസഭാഗവത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഭാഗവത്തെ നവമസ്കന്ധത്തിലെ 10-11 അധ്യായത്തിലെ വാൽമീകി മഹർഷിയുടെ രാമായണത്തിന്റെ രുചി ഒട്ടും വിടാതെ തന്നെ സംക്ഷിപ്തമായ രൂപത്തില് ഭാഗവത്തില് വ്യാസമഹർഷി കൊടുക്കുന്ന ആ ഭാഗങ്ങൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടർന്നുള്ള ശ്ലോകങ്ങള് ഇന്ന് പ്രീത മാതാജി വായിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 8ാമത്തെ ശ്ലോകം തൊട്ട് ചൊല്ലിയാൽ മതിയല്ലോ. 8, 9, 10, 11. ഓക്കെ, 4 ശ്ലോകം. 8, 9, 10, 11. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യസ്സത്യപാശ പരിവിത്ത പിതുർനിദേശം സ്ത്രൈണസ്യ ചാപി ശിരസാ ജഗൃഹേ സഭാര്യ രാജ്യം ശ്രിയം പ്രണയിന സുഹൃതോ നിവാസം
त्यक्त्वा यौवनमसुनीव मुक्तसङ्ग रक्षसुरविकृत रूपमशुद्ध बुद्धे तस्याघर त्रिशिरधूषण मुख्य बन्धून् जघ्ने 14,000 समवसपारणीयम् कोदण्डपाणिरडमान उवास कृष्णम् सीता कथा श्रवण दीपित हृच्छयेन सृष्टं विलोक्य नृपते दशकन्थरेण जग्नेद्बुधैर्नवुपाश श्रमतोपकृष्टो मारीचमाशु विशिखेन यथा समुग्र रक्षोधमेन वृकविद् विपिने समक्षं वैदेहराजभूतितर्यपयापितायां भ्रात्रा वने कृपणवत् प्रियया वियुक्त स्त्रीसङ्गिनां गतिमिति प्रथयं चचार. हरे कृष्ण. ഹരേ കൃഷ്ണ. ഈ 11ാമത്തെ ശ്ലോകം വളരെ ഹൃദയസ്പർശിയായ ശ്ലോകമാണ്. മാത്രമല്ല ആനുകാലിക ഘട്ടവുമായിട്ട് വളരെ ബന്ധപ്പെട്ട ശ്ലോകവുമാണ്. ഇതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് കൂടുതൽ പറയാൻ പറ്റുമോ എന്നറിയില്ല. നമ്മൾ വളരെ സമയം ഇന്ന് നേരത്തെ ഞാൻ കുറഞ്ഞു. നമുക്ക് ഇന്ന് വിശിഷ്ടമായ 2 അതിഥികളുണ്ട്. 2 അതിഥികളെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ദൃഷ്ടിയിൽ 2 ആണെങ്കിലും പ്രാക്ടിക്കലി 1 ആണ്. അപ്പം ആ വിശിഷ്ട അതിഥികളെ ശില്പമാതാജി സ്വാഗതം ചെയ്യും. ശില്പമാതയുടെ മൈക്ക് മ്യൂട്ടാണ്. Sorry. Yeah, കേൾക്കാൻ പറ്റുമോ? Hare Krishna. Today our satsang is going to be blessed by the presence of 2 eminent dancers who are also sisters by birth and sisters by karma. നമ്മുടെ ഈ എളിയ സത്സംഗം ധന്യമാക്കാൻ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കേരളത്തിന്റെ അഭിമാനമായ നർത്തകി സഹോദരിമാരെ, നീലമന സഹോദരിമാർ ഡോക്ടർ ദ്രൗപദി പ്രവീൺ നമ്പൂതിരി ആൻഡ് ഡോക്ടർ പത്മിനി കൃഷ്ണൻ നമ്പൂതിരി. ഡോക്ടർ ദ്രൗപദി ഭരതനാട്യത്തിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പത്മിനിയുടെ സ്പെഷ്യലൈസേഷൻ കൂച്ചിപ്പുടിയിലാണ്. ഏകദേശം ഒരു 30-35 വർഷമായി ഇരുവരും കലാരംഗത്ത് സജീവമായി നൃത്തങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരവരുടെ വിവിധ നൃത്തരൂപ രംഗത്തിൽ ആണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു 10-15 വർഷമായി അവർ ഇരുവരും നീലമന സഹോദരിമാർ എന്ന പേരിൽ ഒരുമിച്ച് ഒരു വേദിയിൽ ഭരതനാട്യവും കൂച്ചിപ്പുടിയും ഒരുമിച്ച് കളിക്കുന്നു. 2 നൃത്തരൂപങ്ങളിലെ ട്രഡീഷൻ ആൻഡ് ടെക്നിക്കാലിറ്റീസ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെ അവതരിപ്പിച്ചു പോരുന്നു. നൃത്ത സമന്വയം അല്ലെങ്കിൽ ജുഗൽബന്ദി എന്നൊരു കോൺസെപ്റ്റ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഭരതനാട്യത്തില് തൈ എടുക്കുകയാണെങ്കിൽ കുച്ചിപ്പുടിയില് അത് ഈ രീതിയിലാണ് എടുക്കുന്നത്. സോ ഇതേമാതിരി കുറെ ഡിഫറൻസസ് ഉണ്ടെങ്കിലും മുദ്രകളിലും അടവുകളിലും ഒക്കെ വെവ്വേറെ രീതികളാണെങ്കിലും ഭാരതത്തിലെ എല്ലാ പാരമ്പര്യ കലാരൂപങ്ങൾ ഒരു ചരടിൽ ആണ് കോർത്തിരിക്കുന്നത്. എല്ലാം ഒരു കോമൺ ബേസിൽ നിന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ പറയുന്നത് പോലെ ഏകം സത് വിപ്ര ബഹുധാ വദന്തെ. സോ നീലമന സഹോദരിമാർക്ക് നൃത്ത വിദ്യാലയങ്ങൾ കൂടെ ഉണ്ട്. കൊല്ലം, കോട്ടയം, ചാത്തന്നൂർ, കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ നൃത്ത വിദ്യാലയങ്ങൾ ഉണ്ട്. നാട്യപ്രിയ എന്ന പേരിലാണ് ഈ വിദ്യാലയങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ത്രിനേത്ര എന്ന പേരിലുള്ള നൃത്ത സംഗീത ഫെസ്റ്റിവൽ ഓൾമോസ്റ്റ് ഒരു 7 വർഷമായിട്ട് നടത്തി വരുന്നുണ്ട്. ഡോക്ടർ ദ്രൗപദി ആൻഡ് ഡോക്ടർ പത്മിനി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പലർക്കും തോന്നും ദാറ്റ് ഇവര് പ്രോബബ്ലി ഡാൻസിൽ ഡോക്ടറേറ്റ് അല്ലെങ്കിൽ PhD എടുത്ത ആൾക്കാരാണ് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാവും. എന്നാൽ ഇവർ യാഥാർത്ഥ്യത്തിൽ മെഡിക്കൽ ഡോക്ടേഴ്സ് തന്നെയാണ്. ഇവിടെ ഇന്ന് നമ്മുടെ ഈ ഒരു എളിയ സത്സംഗങ്ങളില് നമ്മള് സീതാദേവിയുടെ മഹത്വമാണ് അനുഗ്രഹീതമായ കലാകാരിമാരായ സഹോദരിമാര് നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. സോ ഡോക്ടർ ദ്രൗപദി പ്രവീണും ഡോക്ടർ പത്മിനി കൃഷ്ണനും നമ്മുടെ ഈ എളിയ സത്സംഗിൽ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. സ്വാഗതം. നീലമന സിസ്റ്റേഴ്സ്, ദ്രൗപദി, പ്രവീൺ അല്ലേ, പത്മിനി, കൃഷ്ണൻ അല്ലേ, ശരിയല്ലേ? രണ്ടുപേരും ഒരുമിച്ച് പോവുള്ളൂ, ഒരുമിച്ച് നടക്കത്തുള്ളൂ. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് അനിയത്തി സംസാരിക്കാറുള്ളൂ അല്ലേ? അനിയത്തി സംസാരിക്കാറുള്ളൂ. പിന്നെ ഇവിടെ ഇരിക്കുന്ന കുറച്ചു പേർക്ക് അറിയാം. കാര്യം 2 വർഷം മുമ്പ് ഇവിടെ വന്നിരുന്നു ഡാൻസ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ, പെർഫോം ചെയ്യാൻ വേണ്ടി. 2 വർഷമായില്ലേ എഫ്ഒയിൽ? ഇവിടെ കുറച്ചു പേര് വന്നിട്ടുണ്ടായിരുന്നു, കണ്ടിരുന്നു. അപ്പം എനിക്ക് ഏറ്റവും വല്ല അഭിമാനിക്കാവുന്ന 2 കുട്ടികൾ എന്നെനിക്ക് വേണമെങ്കിൽ പറയാം. വളരെ വലിയൊരു ബന്ധം നീലമന സിസ്റ്റേഴ്സുമായിട്ട് ഉണ്ട്. എന്റെ അച്ഛനുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്ന 1-2 വരികള് അച്ഛൻ പറഞ്ഞത്. അതായത് ഡോക്ടർ മുരളി എന്റെ അച്ഛനോട് അന്ന് പറയുകയാണ്, ഭയങ്കര വളരെ ടഫ് കോമ്പറ്റീഷനാണ് ആ സമയത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ജഡ്ജസുകൾ തമ്മിലുള്ള പൊളിറ്റിക്സ്, രക്ഷകർത്താക്കൾ തമ്മിലുള്ള പൊളിറ്റിക്സ്, അങ്ങനെ ഒരുപാട് പൊളിറ്റിക്സുകൾ. അപ്പം ആ സമയത്ത് ഇതുപോലെ ചില എത്രയോ കിംവദന്തികളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് അച്ഛൻ വളരെ വിഷമത്തോടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഏതൊരച്ഛനും ഹൃദയത്തിൽ തട്ടുന്ന ഈ കൊച്ചു കുട്ടികളാണ് കേട്ടോ, വളരെ കുഞ്ഞു. അതായത് ഇത്ര ഹൈറ്റ് ഒന്നും വെക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. വളരെ ചെറിയ കുട്ടികളാണ്. നമ്മള് കയ്യിൽ തൂങ്ങി പോകും. അതെ, വളരെ ഇത് ഒരു പിന്നെ തൂവല് പോലെയാണ്, യാതൊരു ബലമൊന്നുമില്ല. പക്ഷെ സ്റ്റേജിൽ കയറി അങ്ങനെയല്ല, അതാണ് രസം. അപ്പം അവിടെ വന്നിരുന്ന റൂമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറയുന്നത്, അച്ഛൻ ഡോക്ടറല്ലേ, ഡോക്ടർ ഇഞ്ചക്ട് ചെയ്തിട്ട് ഈ കുട്ടികളെ വളർത്താതെ വെച്ചിരിക്കുകയാണ്, സ്റ്റേജിൽ കയറുമ്പോൾ കൊച്ചു കുട്ടികളല്ല ജഡ്ജസ് അങ്ങനെ മാർക്ക് കൊടുക്കുന്നു. വളരെ വിഷമത്തോടെയാണ്. മനുഷ്യരെ ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. അച്ഛൻ പറയും അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയും. ഇതൊക്കെ പലതും പറയും. എന്തായാലും ആ അച്ഛൻ എന്റെ അച്ഛനോടൊപ്പം ലാസ്റ്റ് നിമിഷത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഹോസ്പിറ്റലിൽ അവസാന നിമിഷങ്ങളിൽ. എന്തായാലും ഇന്ന് ഞാൻ നല്ലൊരു സബ്ജക്റ്റാണ് കൊടുത്തിരിക്കുന്നത്, സീതാ മഹത്വം. അതിനു മുൻപ് 5 മിനിറ്റ് കഴിഞ്ഞ ആഴ്ച വച്ചൊരു പാട്ട് നമ്മുടെ സുരേഷ് ഗോപി പാടും. ഒരു നേരമെങ്കിലും. ഹരേ കൃഷ്ണ. എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ ഇത് പാടാം. എന്ത് തെറ്റു വന്നാലും എന്നോട് ക്ഷമിക്കുക. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാകച്ചാർത്തു ഞാൻ ഓർത്തു പോകും. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാകച്ചാർത്തു ഞാൻ ഓർത്തു പോകും. ഒരു പീലിയെങ്ങാനും കാണുമ്പോഴവിടുത്തെ, ഒരു പീലിയെങ്ങാനും കാണുമ്പോഴവിടുത്തെ തിരുമുടി മുന്നിൽ മിന്നിമായും, തിരുമുടി കൺമുന്നിൽ
നിന്നെ മായും ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ആകതാരിലാർക്കുവാൻ എത്തിടുമോർമകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. ആകതാരിലാർക്കുവാൻ എത്തിടുമോർമകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അടിയന്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ, അടിയന്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ അവതാര കൃഷ്ണ നിൻ കള്ളനോട്ടം, അവതാര കൃഷ്ണ നിൻ കള്ളനോട്ടം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. Hare Krishna. Hare Krishna, Hare Krishna. Thank you, Suresh Prabhu. ദ്രൗപദി പത്മിനി ഇൻട്രൊഡ്യൂസ് ചെയ്ത ശില്പാ നായർ എന്നായിരിക്കാം ബോർഡ് നെയിം കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് പരിചയമുണ്ടാവും മാധ്യമങ്ങളിലൂടെ. നിങ്ങൾ ഒരു പക്ഷേ കാണുന്നത് പൊതുപ്രവർത്തക എന്നുള്ള രീതിയിലായിരിക്കാം. പക്ഷെ ഞങ്ങൾ കാണുന്നത് നല്ല ഒരു ഹരേ കൃഷ്ണ ഡ്യൂട്ടിയും ഒരു സ്പിരിച്വൽ ലേഡി ആയിട്ടാണ്. വളരെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ദുബായിൽ ഹരേ കൃഷ്ണ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഭഗവത്ഗീത പഠിക്കുകയും ഭാഗവതം പഠിക്കുകയും അതെല്ലാം മാതാജിയുടെ ശില്പമാതാജിയുടെ ആ പൊതുപ്രവർത്തന പൊതുജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള ചാരിതാർത്ഥ്യമാണ്. അതിലുപരി നൃത്തമറിയാം, നല്ലതുപോലെ കോറിയോഗ്രാഫി ചെയ്യും, ഒക്കെയുണ്ട്. ഹരേ കൃഷ്ണ. Hare Krishna. Thank you, Prabhu. സ്പിരിച്വൽ സർക്കിളാണ്. നമ്മൾ പഠിക്കുന്ന ആത്മീയത അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ശാസ്ത്രം നമ്മുടെ എല്ലാ പ്രവർത്തികളിലും മറ്റെല്ലാ രംഗങ്ങളിലും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അത് തന്നെയാണ് നേരത്തെ പറഞ്ഞത്. യത് കരോഷ്യതസ്നാസി യജ്ഞഘോഷ്യദാസ്യ യത് തപസ്യസ്യ കൗന്ദയ തത് പുരുഷമതർപ്പണ. നീ എന്ത് പ്രവർത്തി ചെയ്യുന്നുവോ, നീ എന്ത് ദാനം ചെയ്യുന്നുവോ, നീ എന്ത് ഭക്ഷിക്കുന്നുവോ, അത് എനിക്കായി വേണ്ടി ചെയ്യുക. ഹരേ കൃഷ്ണ. സ്വാഗതം. തുടങ്ങാം. സ്വാഗതം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. സാർ ഇന്ന് ഒരു വിഷയം പറഞ്ഞു, ക്ലാസ് എടുക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാനൊന്ന് ഭയന്നു. കാരണം അതിനൊന്നും വളർന്നിട്ടുള്ള ആളുകളല്ല ഞങ്ങള്. അത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ വന്നത് ഒരു സന്തോഷത്തിന്റെ പേരിലാണ്. ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ സന്തോഷം, കാണുന്നതിന്റെ സന്തോഷം, ഈ ഒരുപാട് നല്ല കാര്യങ്ങൾ കേൾക്കുന്നതിന്റെ സന്തോഷം, അതാണ് ഇതിനകത്തെ ഒരു പ്രധാന ഇതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞതുപോലെ രാമായണമോ മഹാഭാരതമോ
വളരെ കൃത്യമായി പഠിച്ച് അറിഞ്ഞു വന്ന വ്യക്തികളല്ല. അത് പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ നൃത്തം എന്ന് പറയുന്ന ഒരു മീഡിയ അത് ഞങ്ങളെ ഒരുപാട് കാര്യങ്ങളുമായിട്ടും അടുപ്പിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ എല്ലാവരിലും ഉണ്ടാവുന്നത് പോലെ കുഞ്ഞിലെ അച്ഛമ്മയുടെയും മുത്തശ്ശനും അല്ലെങ്കിൽ മുത്തശ്ശനും അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞു തന്ന ഒരുപാട് പുരാണ കഥകൾ പറഞ്ഞു തരുമായിരുന്നു. അവര് കഥകൾ എന്ന് പറയാൻ പ്രധാനമായിട്ടും പഞ്ചതന്ത്ര കഥകളും പുരാണ കഥകളും ഒക്കെ തന്നെ പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ കേട്ടാണ് ഇതിലോട്ട് ആദ്യം അടുക്കുന്നത്. പിന്നെ ഇതുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ നൃത്തത്തിൽ കൂടിയാണ്. ഞങ്ങളുടെ ഈ നൃത്തത്തിലുള്ള യാത്രകളിലാണ് ഞങ്ങൾ ഇതെല്ലാം അന്വേഷിക്കുകയും, അത് നൃത്തം എന്ന് പറയുമ്പോൾ അതിപ്പോ ഈശ്വര ധ്യാനമാകാം, ഈശ്വരനെ കാണുകലാവാം, അനുഭവിക്കലാകാം, ഒന്നും വേണ്ട, ഞാനും ചേച്ചിയും തമ്മിലുള്ള സ്നേഹത്തെ നിലനിർത്തുന്നതാകാം. ഞങ്ങൾ 2 ഫാമിലിയായി, കുഞ്ഞുങ്ങളായി, ഞങ്ങൾ 2 സ്ഥലത്താണ് താമസിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ സ്നേഹത്തെ ഈശ്വരനെ അറിഞ്ഞ് നിലനിർത്താനുള്ള ഒരു മീഡിയം എല്ലാം നൃത്തമാണ്. അതിൽ ഭക്തി, ഭഗവാനെ അനുഭവിക്കുന്ന എല്ലാം ഞങ്ങൾ നൃത്തത്തിലൂടെയാണ്. അതിലൂടെയാണ് കുറച്ചെങ്കിലും ഈ രാമായണവും മഹാഭാരതവും എല്ലാം അറിഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് അതിൽ വലിയൊരു അറിവുണ്ടെന്ന് വിചാരിക്കരുത്. മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ ഞങ്ങൾ ഈ നൃത്തത്തിലൂടെയുള്ള യാത്രയിൽ പുരാണങ്ങളോ ഇതിഹാസങ്ങളോ പരിചയപ്പെട്ടപ്പോ ചെറിയ 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 ചില തോന്നലുകൾ മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ. അത്രേ അറിയുള്ളൂ പറയാൻ. അതില് സീതാദേവിയുടെ മഹത്വം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പഞ്ചകന്യകമാരെ നമ്മൾ പഠിക്കും. ആ 5 പേരിലും സീതാദേവി ഉണ്ട്. നമ്മൾ അവരുടെ മഹത്വങ്ങൾ മനസ്സിലാക്കുന്നു. എല്ലാവരും പൊതുവെ നോക്കുമ്പോൾ സീതാദേവി ലക്ഷ്മി ദേവിയുടെ അവതാരമാണ്. അതിൽ കൂടുതലൊരു മഹത്വം നമുക്കിനി അതിനകത്തൊന്നും പറയാനില്ല, അല്ലെ? അതല്ല, വേണ്ട, ഒരു മനുഷ്യ സ്ത്രീ എന്ന രീതിയിൽ നോക്കിയാൽ എപ്പോഴും നമ്മൾ ഭാരത സ്ത്രീകൾ ഒരു മോഡലായിട്ട് വെക്കുന്ന ഒരാളാണ്. പാഞ്ചാലിയെ പോലും അല്ല, അല്ലെ? സീതാദേവിയാണ് എപ്പോഴും നമ്മുടെ മോഡൽ ആയിട്ട് നമ്മൾ കാണുന്നത്. ഇനി അതും വേണ്ട, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഏത് സ്ത്രീക്ക് സാധിക്കും ഇത്രയും ത്യാഗങ്ങളും ഇത്ര ധർമ്മിഷ്ഠയായി മുന്നോട്ട് പോകുവാൻ എന്നുള്ളതിനും ഒരു ഉത്തരമാണ് സീതാദേവി. അങ്ങനെ പല വിധത്തിൽ നമുക്ക് സീതാദേവിയെ കാണാം. പക്ഷെ ഞാനിപ്പോൾ പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് എന്റെ ഒരു വേറൊരു ആംഗിളിൽ ഞാൻ സംസാരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതെല്ലാവർക്കും അക്സെപ്റ്റബിൾ ആവണം എന്നില്ല. ഒന്ന്, നമ്മളെ കുറിച്ച് ഒരാൾ നന്മ പറയുമ്പോൾ, ഇപ്പൊ എന്നെ കുറിച്ച് ഒരാൾ നല്ലത് പറയും, അതിൽ ഞാൻ എന്ന വ്യക്തി എന്നെ കുറിച്ച് ഞാൻ നല്ലതേ പറയുള്ളൂ. കാരണം എനിക്ക് ശരിയും തോന്നുകയാണല്ലോ ഞാൻ ചെയ്യുന്നതും പറയുന്നതും. അപ്പോൾ ഞാൻ ശരിയാണ്. ഇനി എന്നെ താല്പര്യമുള്ള കുറച്ച് വ്യക്തികൾ, സ്നേഹമുള്ള സുഹൃത്തുക്കളാവാം, അച്ഛനും അമ്മയാവാം, ആരോ ആവാം, അവരും എന്നെ കുറിച്ച് കൂടുതലും നന്മയെ പറയുള്ളൂ. നമ്മളെ കുറിച്ച് നമ്മുടെ ഒരു ശത്രു, ഒരു ദുഷ്ടജനം നന്മ പറയുമ്പോഴാണ്, മഹത്വം പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ മഹത്വമുള്ളവരാണ് ആകുന്നത് എന്ന് തോന്നും. രാമായണത്തിൽ അങ്ങനെയുള്ള ഭാഗങ്ങളുണ്ട്, ധാരാളമുണ്ട്. നമുക്ക് 1-2 കാര്യങ്ങൾ നോക്കാം. ശൂർപ്പണഖ ഒരു രാക്ഷസ സ്ത്രീയാണ്. ഈ നാശങ്ങൾക്കൊക്കെ കാരണഹേതുവാകുന്ന ആളാണ്. അതായത് രാവണനോട് പോയി പരാതി പറഞ്ഞ് സീതയെ തട്ടിക്കൊണ്ടുപോകാനുള്ള എല്ലാ കരുക്കളും ആദ്യം നീക്കുന്നത് ശൂർപ്പണഖയാണ്. എന്നാൽ ശൂർപ്പണഖയും പറയുന്നത്, രാവണന്റെ അടുക്ക പോയി പറയുന്നത്, ശ്രീദേവിയെ പോലൊരു സ്ത്രീ, വളരെ പതിവ്രതയായ ഒരു സ്ത്രീ, സൗന്ദര്യം മാത്രമല്ല അവിടെ ധർമ്മവും പറയുന്നത്. അങ്ങനെ ഒരു സ്ത്രീ രാമന്റെ പത്നിയായിട്ടുണ്ട്. അവളെ നിനക്ക് കിട്ടിയാൽ ലങ്കാപുരി സ്വർഗമാക്കാം. അപ്പോ അത്ര ദുഷ്ടയായ ഒരു സ്ത്രീയുടെ വായിൽ പോലും, തന്റെ ശത്രുവാണ്, കാരണം സീത കാരണമാണ് ശ്രീരാമനെ ലഭിക്കാത്തത്. പക്ഷെ സീതയെ കുറിച്ച് പറയുമ്പോൾ ഒരു ക്രൂരയായ സ്ത്രീ എന്നല്ല പറഞ്ഞു. അവിടെ സീതയുടെ മഹത്വമാണ് അത് വെളിവാക്കുന്നത്. തീർച്ചയായിട്ടും മാരീചനോട് സ്വർണ്ണമാനായി പോകുവാൻ പറയുമ്പോൾ, രാവണൻ ആവശ്യപ്പെടുമ്പോൾ മാരീചനും പറയുന്നു നരനല്ല നാരായണനാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സീത വെറും ദേവിയല്ല, ലക്ഷ്മി ദേവിയാണ് പറയുന്നുണ്ട്. ത്രിജട എന്ന രാക്ഷസ സ്ത്രീ സീതാദേവിക്ക് എപ്പോഴും വളരെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളതാണ്. ത്രിജട ഒരു വൃദ്ധ സ്ത്രീയായിട്ട് നമ്മുടെ വാൽമീകി രാമായണത്തിലും രാമായണത്തിലും പറയുന്നുണ്ട്. വൃദ്ധ നിശാചരി എന്ന് ഒരെണ്ണത്തിൽ പറയുന്നു, വൃദ്ധ രാക്ഷസി എന്ന് മറ്റൊന്നിൽ പറയുന്നു. എന്നാൽ
മറ്റു ചില രാമായണങ്ങൾ വിഭീഷണന്റെ മകളായിട്ടും പറയുന്നുണ്ട്. വിഭീഷണന്റെ ഭാര്യ സരമ, സുലോചന, ഇന്ദ്രജിത്തിന്റെ ഭാര്യ സുലോചന, മണ്ഡോദരി, ഇവരെല്ലാം രാക്ഷസ സ്ത്രീ, അസുര സ്ത്രീ എന്ന് പറയുമ്പോഴും ഇവരെല്ലാം സീതയെ വളരെ പുകഴ്ത്തിയവണ്. അപ്പം നമുക്ക് ആലോചിക്കാം, ശരിയാണ്, ത്രിജട നല്ലവളായ ഒരു രാക്ഷസിയായിരുന്നു. സരമയും എല്ലാവരും ഇവരൊക്കെ നല്ലവരാണ്. മോശമായിട്ടുള്ള ആളുകളും സീതാദേവിയെ കുറിച്ച് ഭയത്തോടെയാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്. കുംഭകർണൻ ഹനുമാന്റെ ലങ്കാദഹനം കഴിഞ്ഞ് ഇവരൊരു ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് സംഭവിച്ചു, നമുക്കിതെങ്ങനെ പരിഹരിക്കാം എന്ന് ആലോചിക്കുന്ന വേളയിൽ കുംഭകർണൻ ഭയത്തോടു കൂടിയാണെങ്കിലും പറയുന്നുണ്ട്, ലക്ഷ്മി ദേവിയാണ്, കാൽവെപ്പത്ര ശരിയല്ല, സുഖമല്ല, അത് ലങ്കയ്ക്ക് കേടേ വരുത്തുള്ളൂ. പറയുന്നത് ഇങ്ങനെ ഇപ്രകാരമാണ്, സംഹാര ശക്തിയാണ്, കാളിയുടെ അവതാരമാണ് എന്ന് തന്നെ പറയുന്നു. അപ്പൊ ഇവരൊക്കെ ആളുകൾ മോശമാണെങ്കിലും ഇവരുടെയും വായിൽ അറിയാതെ വീണിട്ടുണ്ട്. നമ്മളുടെ ഒരു എതിരാളി അല്ലെങ്കിൽ ഒരു ദുഷ്ടശക്തിക്ക് വരെ നന്മയെ പറയാൻ പറ്റുന്നുള്ളൂ സീതാദേവിയെ കുറിച്ച്. അവിടെയാണ് മഹത്വം വെളിവാകുന്നത് എന്ന് എനിക്ക് എന്റെ ചെറിയ ചിന്തയിൽ തോന്നി. ഇനി മറ്റൊന്ന്, രാമായണത്തില് എന്തിനു വേണ്ടിയാണ് രാമന്റെ ഈ യാത്ര? ദുഷ്ടശക്തികളെ ഇല്ലാതാക്കുക, രാവണനെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു പ്രധാന അവതാര ഉദ്ദേശം എന്ന് പറയുന്നു. ചിന്തിക്കുമ്പോ പലരും ഇതിന് വഴി വെച്ചിട്ടുണ്ട്. തുടക്കം മുതൽ നോക്കിയാൽ മന്ദരയാണ് ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്ന ആള്. മന്ദരയും കൈകേയിയാണ് ആദ്യമായി ഇതിന് രാമന്റെ വനവാസത്തിന് തുടക്കം വെച്ചത്. അപ്പൊ നമ്മൾ പറയും മന്ദരയാണ് ഇതിനെല്ലാം വഴിവെച്ചത് എന്ന് പറയാം. പക്ഷേ മന്ദരയാണോ? അല്ല. മന്ദര ശരി, കൈകേയിയോട് പറഞ്ഞു, കൈകേയി ഇത് പറഞ്ഞു, ശരി, അച്ഛന്റെ വാക്കനുസരിച്ച് പോകാമെന്ന് ശ്രീരാമൻ തീരുമാനിച്ചു. സീതയോട് പോകാൻ പറഞ്ഞില്ലല്ലോ, സീതയുടെ സ്വന്തം തീരുമാനമായിരുന്നു അത്. അപ്പോ ആ പോക്ക് ഒന്ന് തിരിച്ചു ചിന്തിച്ചേ, ലക്ഷ്മി ദേവിയല്ലേ, അറിയാണ്ടിരിക്കുവോ? ഇപ്പൊ രണ്ടും കൽപ്പിച്ചുള്ള ഒരു പോക്കായിരുന്നില്ലേ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. ഇനി കാട്ടിൽ ചെന്നു, മാരീചനെ പിന്നെ സ്വർണമാനാക്കി വിട്ടു. ഇതിനു മുമ്പ് ശൂർപ്പണഖ എങ്ങനെയാണ് രാമന്റെ അടുക്കൽ പോകുന്നത്? സുന്ദരിയായിട്ട് വേഷം മാറിയാ പോകുന്നത്. സുന്ദരിയായിട്ട് വേഷം മാറി അവസാനം സീതയെ നശിപ്പിക്കാനായി ആരംഭിക്കുന്ന ഭാഗത്ത് തിരിച്ച് രാക്ഷസിയായി രൂപം മാറുന്നുണ്ട്. അപ്പോൾ സീതയ്ക്ക് ഒരു സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യ സ്ത്രീക്ക് വിചാരിക്കാം, കാടാണ്, മായാവികളും നിറഞ്ഞ സ്ഥലമാണ്, അപ്പൊ തീർച്ചയായും രൂപം മാറി വരാം എന്നൊക്കെ ചിന്തിക്കാവുന്ന ഒരിടത്ത് ഒരു സ്വർണമാൻ വരുമ്പോൾ തീർച്ചയായും അതൊരു ശുഭലക്ഷണമല്ല എന്ന് ചിന്തിക്കാം, സ്വാഭാവികമായും ചിന്തിക്കാം. അപ്പൊ മഹാലക്ഷ്മിയായ സീതയ്ക്ക് അത് മനസ്സിലായില്ലേ? മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലാവുകയും ചെയ്തു. രാമനെ അവിടുന്ന് ഒഴിവാക്കി നിഷ്ഠൂരമായ വർത്തമാനം പറഞ്ഞിട്ടാണെങ്കിൽ കൂടി ലക്ഷ്മണനെയും അവിടുന്ന് ഒഴിവാക്കി ഒരു സന്ദർഭം ഒരുക്കി കൊടുക്കുകയായിരുന്നില്ലേ? വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാം. ഇനി ഇതിലെല്ലാം പ്രധാനപ്പെട്ട ഒന്നുണ്ട്. സീതയെ തട്ടിക്കൊണ്ടുപോയി. അതിശക്തനായ ഹനുമാൻ അവിടെ പോയിരുന്നു. സീതയെ തിരിച്ച് സുരക്ഷിതമായി രാമന്റെ പക്കൽ ഏൽപ്പിക്കാൻ ശക്തിയുള്ള ആളാണ് ഹനുമാൻ എന്ന് സീതയ്ക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ഹനുമാൻ പറയുകയും ചെയ്തു, ഞാൻ കൊണ്ടുപോയിക്കോളാമെന്ന്. പക്ഷെ അഭിമാനം എന്ന പേരിൽ എന്താ പറഞ്ഞത്? രാമൻ വന്ന് എന്നെ കൊണ്ടുപോകണം. അതും ഒരു വഴിയൊരുക്കൽ തന്നെയാണ്. അപ്പൊ ലക്ഷ്മി ദേവിയുടെ ഒരു വഴിയൊരുക്കലായിരുന്നു എന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഓരോന്ന് വായിച്ചു വരുമ്പോഴും എനിക്ക് തോന്നുന്നത് ഭഗവതി തന്നെ, ദേവി തന്നെ വഴിയൊരുക്കുകയായിരുന്നു. എത്രയും പെട്ടെന്ന് കാര്യം കഴിഞ്ഞ് വൈകുണ്ഠത്തിലേക്ക് പോകാം എന്നുള്ളതായിരിക്കണം, എന്താണെന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെ ഈ ഒരു രാമായണം ശരിയാണ്, രാമൻ നാരായണന്റെ കളികളായി, ലീലകളായി, അല്ലെങ്കിൽ ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കുന്നതായി ഒക്കെ പറയാമെങ്കിലും സീതയാണ് ഇതിനെല്ലാം പ്രധാനമായ വഴിയൊരുക്കിയത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ഈ രാമായണം നടന്നത് തന്നെ സീതയുടെ കൈകളിലൂടെയാണ് എന്ന് പറയേണ്ടി വരും. ഇതിനപ്പുറം ഒരു മഹത്വം പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. എന്റെ ഒരു ചെറിയ ചിന്താഗതി മാത്രമാണിത്. ഇത് ആരും എങ്ങനെയാ അത് ശരിയായിട്ടാണോ ആളുകൾ അത് മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് എനിക്കറിയില്ല, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു രാമായണം സീതയുടെ കൈകളിൽ സുരക്ഷിതമാണ്. രാമായണം കൊണ്ടുപോയത് സീത തന്നെയാണെന്നാണ് എന്റെ പരിപൂർണമായ വിശ്വാസം. ചിലപ്പം ഒരു
സ്ത്രീപക്ഷ ഭേദം കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും രാമൻ അങ്ങനെ വലുതാവണ്ട, സീതയ്ക്ക് ഇരിക്കട്ടെ ക്രെഡിറ്റ് എന്നതുകൊണ്ടാവാം എനിക്കങ്ങനെ തോന്നിയത്. എന്നാലും നമ്മുടെ പക്ഷം അങ്ങനെയാണ് അല്ലേ. ചെറിയ ചിന്ത അങ്ങനെ പോയി എന്നുള്ളതേ ഉള്ളൂ. എല്ലാം ലക്ഷ്മി ദേവിയുടെ വിളയാട്ടം എന്നുള്ളത് അതിൽ കാണാൻ സാധിച്ചത്. ഹരേ കൃഷ്ണ. കഴിഞ്ഞോ ഇത്ര പെട്ടെന്ന്? സമയം പോയതേ അറിഞ്ഞില്ല. ഇനിയും കേൾക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോൾ മനസ്സിലായി എന്താണ് ഇഞ്ചക്ട് ചെയ്തെന്നുള്ളത്. മനസ്സിലായില്ലേ? ഹരേ കൃഷ്ണ. അപ്പം തീർച്ചയായിട്ടും പുതിയ പുതിയ അറിവുകൾ. അതുകൊണ്ടാണ് രാമായണം വീണ്ടും 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 നമ്മൾ വായിക്കണം. രാമായണമാണെങ്കിലും ഭാഗവതമാണെങ്കിലും ഭഗവത്ഗീതയുമാണെങ്കിലും ആവർത്തിച്ച് വായിക്കുമ്പോൾ നമുക്ക് അതിനോട് അടുക്കാനും കൂടുതൽ കൂടുതൽ മാനങ്ങളിലേക്ക് എത്താനും കഴിയും. തീർച്ചയായിട്ടും ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും അതിനെ പുതിയ ഒരു വീക്ഷണകോണിലൂടെയാണ് കാണാൻ സാധിക്കുന്നത്. പുതിയ ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു തോന്നലല്ല അടുത്ത തവണ വായിക്കുമ്പോൾ ഇതിങ്ങനല്ലല്ലോ അത് അങ്ങനെയല്ലേ എന്നൊരു തോന്നലുണ്ടാവുന്നു. എനിക്ക് തോന്നുന്നു ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും പുതിയ അറിവുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. വളരെ സന്തോഷമുണ്ട്. ഈ വേദിയില് സമയക്കുറവുണ്ടെങ്കിലും വന്നത്, പങ്കെടുത്തത്, 2 വാക്ക് സംസാരിച്ചത്. 2 വാക്കല്ല, ശ്രീരാമചന്ദ്രനെ കുറിച്ച്, സീതാദേവിയെ കുറിച്ച് സംസാരിച്ചു. രാമായണം മുഴുവൻ സത്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഭഗവാൻ മഹാഭാരതത്തിൽ കളി വന്നതും സ്ത്രീയെ കൊണ്ട് തന്നെയാണ്. ദ്രൗപദിയുടെ വസ്ത്രം അഴിച്ചു അന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ കുറിച്ചു വെച്ചു, കൗരവ യുദ്ധം നടന്നിരിക്കും, നിങ്ങളെല്ലാം ഇന്നേ മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ലാസ്റ്റ് നിമിഷത്തില് ഒരു എന്താ പറഞ്ഞ സന്ധി സംഭാഷണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഭഗവാൻ രാത്രി പോകുമ്പോൾ ദ്രൗപദി വിളിയുണ്ട്, കൃഷ്ണ. ആ ഒരു വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്ന ശപഥം അങ്ങേക്ക് ഓർമ്മയില്ലേ? അങ്ങ് ഈ രാത്രിയിൽ സന്ധി സംഭാഷണത്തിന് പോയിട്ട് സന്ധ്യയായി കഴിഞ്ഞാൽ, സൗഹൃദമായി കഴിഞ്ഞാൽ പിന്നെ എന്റെ ശാപത്തിന് എന്ത് വാക്ക്? കൃഷ്ണൻ ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ആദ്യം കൃഷ്ണൻ ഏത് കാര്യത്തിൽ ഒന്ന് ചിരിക്കത്തേയുള്ളൂ. രണ്ടാമത് ഒന്നുകൂടി നമ്മൾ ചോദിക്കുമ്പോൾ മാത്രമാണ് അതിന്റെ അർത്ഥങ്ങളിലേക്ക് ഭഗവാൻ വരുന്നത്. ഇതാണ്. അതുകൊണ്ട് ഭഗവാനോട് കളിക്കരുത്. മുന്തിയ സ്ഥാനം, ടോപ്പ് മോസ്റ്റ് പൊസിഷനാണ് ഭഗവാൻ സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സൈക്കോളജിക്കൽ ഇതും ഉണ്ട് എന്ന് തോന്നുന്നു. കാരണം ഏത് കഥകൾ, പുരാണം, ഇതിഹാസം ഏതെടുത്താലും അതില് സ്ത്രീകളാണ് അതിനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. എല്ലായിടും ട്വിസ്റ്റ് കൊടുക്കുന്നത് സ്ത്രീകളാണ്. കാരണം അല്ലാതെ നോക്കിയാലും സൈക്കോളജിക്കലി നോക്കിയാലും സ്ത്രീകൾ ഇമോഷണലി ഭയങ്കര വൈബ്രന്റ് ആണ്, ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ഒരു ചെറിയ കാര്യം പറയാം. നമ്മൾ ഒരു ക്രൈം എടുത്തു നോക്കിയാൽ, ഇവിടെ ഇഷ്ടംപോലെ ക്രൈം നടക്കുന്നു. ക്രൈം എടുത്തു നോക്കിയാൽ അതിൽ 80-85% സ്ത്രീകളുടെ കൈ ഉണ്ടാവും. കാരണം അങ്ങനെയൊക്കെ കൊനഷ്ടായിട്ട് ചിന്തിക്കാനും ഇത്രയും പല രീതിയിൽ ചിന്തകളെ കൊണ്ടുപോകാൻ, ഇമോഷൻസിനെ മാറ്റിമറിക്കാൻ സ്ത്രീകൾക്കേ സാധിക്കും, പുരുഷന്മാർക്ക് അത് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് കഥകളിലും വിശ്വാസയോഗ്യമായി അവതരിപ്പിക്കണം എങ്കിൽ സ്ത്രീകളെ കൊണ്ടേ ആ ഭാഗങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കൃഷ്ണൻ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് അർജുനോട്. സ്ത്രീയോ വൈശ്യ ശൂദ്രാസ്തഥ. സുശീം പ്രഭു, ആ ശ്ലോകം ഏതാണ്? ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഭഗവാൻ ഒരു ഡ്രാമ ചെയ്യാനായിട്ട് ഭൂമിയിൽ വരുമ്പോ അത് രാജ്യങ്ങൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, ഈ 2 കാരണങ്ങളാണ് ഇവിടെ കലഹങ്ങൾ ഉണ്ടാവുന്ന ഒരു സൂചന നേരത്തെ വെച്ചെന്നേ ഉള്ളൂ. ഭഗവാൻ ആദ്യമേ തന്നെ എല്ലാ ഡ്രാമയും, ഭഗവാൻ ഒരു ഡ്രാമ ചെയ്യാനാണ് വന്നത്. ആ ഡ്രാമയിൽ
എല്ലാവരും ക്യാരക്ടേഴ്സ് ആണ്. അതാണ് ഞാനിപ്പോ ഈ ടോപ്പിക്ക് നോക്കിയപ്പോഴും സീതാദേവി രണ്ടുണ്ട്. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം സീതാദേവി അഗ്നിയിലും സീതാദേവി ആശ്രമത്തിലും ഉണ്ട്. രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നത് ആശ്രമത്തിലുള്ള സീതാദേവിയാണ്. ഡ്രാമ വളരെ ക്ലിയർ ഡ്രാമയാണ്. രാമൻ കരയുന്നു വിളിക്കുന്നു ഒക്കെ നടക്കുന്നത് ചുമ്മയാണ്. ഒരു കഥ നമ്മളെ കാണിക്കാനും അതിന് ആ ഇൻസിഡൻസ് എല്ലാം കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. അതെല്ലാം അതിൽ പറയുന്നുണ്ട്. ഈ കരയുന്നു എന്ന് പറയുമ്പോഴും അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഇതിലൊന്നും ഒരർത്ഥമില്ല. ഇതെല്ലാം ഭഗവാനാണ്. ഭഗവാൻ അറിയല്ലോ ഇത് എവിടെ വരുന്നു, എങ്ങനെ വരുന്നു എന്നുള്ളത്. ഹനുമാൻ സ്വാമികൾ പറയുന്നുണ്ട്, എന്റെ ശരീരത്തിൽ കയറിക്കോളൂ, ഞാൻ കൊണ്ടുപോകാന്ന്. അപ്പൊ സീതാദേവിക്ക് അറിയാം. അപ്പൊ സീതാദേവി ചോദിക്കുന്നുണ്ട്, ഈ വിരലിന്റെ അത്ര ഉള്ള നീ എങ്ങനെയാണ് എന്നെ കൊണ്ട് കടലും കടന്ന് പോണത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഹനുമാൻജി വലുതായി കാണിക്കും, കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ അതിനൊരു റീസൺ പറയുന്നത് വേറെ ഒരു പുരുഷനെയും സീതാദേവി തൊടില്ല, രാമനല്ലാതെ. അതുകൊണ്ടാണ് സീതാദേവി മാതാജി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അങ്ങനെ ഒരു വേർഷൻ ഉണ്ട് അതിനകത്ത്. അവിടെ രാമൻ തന്നെ വന്ന് കൊണ്ടുപോകണം. അപ്പൊ അതിനകത്ത് ഇതെല്ലാം നടക്കുമല്ലോ രാവണന്റെ. ഐ തിങ്ക് അതേപോലെ പലരും സീതാദേവി ഇപ്പൊ പറഞ്ഞ പോലെ ദ്രൗപദി പറഞ്ഞ പോലെ പത്മിനി പറഞ്ഞ പോലെ ഈ ശത്രുക്കളും പോലും സീതാദേവിയെ കുറിച്ച് നല്ലതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് ദാറ്റ് എല്ലാവരും നല്ലത് പറഞ്ഞാലും നമ്മുടെ സ്വന്തം ഹസ്ബൻഡ്സ് ഒരിക്കലും നല്ലത് പറയില്ല വൈഫിനെ കുറിച്ച്. പക്ഷെ ഇവിടെ രാമൻ പോലും സീതാദേവിയെ അതേപോലെയാണ് പറയുന്നത്. ധർമ്മജ്ഞ എന്നാ വിളിക്കുന്നത്. ധർമ്മം അറിയുന്നവൾ. പിന്നെ ധർമ്മചാരിണി എന്നും വിളിക്കുന്നുണ്ട്. ധർമ്മം അറിയുന്നവള് മാത്രമല്ല സീത, നീ ധർമ്മം ആചരിക്കുന്നവളും കൂടിയാണ്. പിന്നെ കുലം മഹതി സംഭൂത, നീ ആ കുലത്തിനാണ്, മഹത്തായ കുലത്തിനാണ് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്, വിശേഷിപ്പിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോഴത്തെ ആണുങ്ങളെ പോലെ നമ്മുടെ ബാഹ്യമായ സൗന്ദര്യം അല്ല അവിടെ വർണ്ണിക്കുന്നത്, ആ ഒരു ക്യാരക്ടറിനെയാണ് വർണ്ണിക്കുന്നത്. സോ അത് തന്നെ വലിയൊരു കാര്യമാണ് സീതാദേവിയെ കുറിച്ച് എല്ലാവരും കാണുന്നത്. ബട്ട് വെരി നൈസ്, നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഇത്. ഇന്ന് നമ്മള് രാമായണം അല്ല, നമ്മള് സീതായനമാണ് കണ്ടത് ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് രാമായണത്തിന്റെ രാമായണ മാസത്തിന്റെ ആദ്യം തന്നെ ഞാൻ ഈ ഒരു പോസ്റ്റ് കൊടുത്തത്, സീതാ വിമോചനം. പ്രഭുപാദ എത്ര കൃത്യമായിട്ടാണ് ടൈറ്റിൽ ഉണ്ടാക്കുന്നത്. ഇത് എന്റെ ടൈറ്റിൽ അല്ല കേട്ടോ, സീതാ വിമോചനം. ഇത് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടർ ആചാര്യ ശ്രീല പ്രഭുപാദരുടെ ഒരു ടൈറ്റിലാണ്. അദ്ദേഹം ഭാഗവത്തിൽ നിന്ന്, രാമായണത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ഈ സീതാ വിമോചനം എന്നുള്ളത്. അപ്പൊ അദ്ദേഹം കൊടുത്ത ടൈറ്റിലാണ് സീതാ വിമോചനം. അദ്ദേഹം ഇത് കൂടുതൽ ശ്രീരാമചന്ദ്രനെ കുറിച്ച് അമേരിക്കയിൽ സംസാരിക്കുമ്പോഴാണ്, അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു ടോപ്പിക് കൊണ്ടുവന്നത്. പ്രഭുപാദർ എത്ര ദീർഘവീക്ഷണത്തോടെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് പ്രഭുപാദരുടെ ഭഗവത്ഗീത യഥാരൂപം. ഹരേ കൃഷ്ണ. അപ്പം ഒന്ന് രണ്ട് കാര്യങ്ങളുടെ ഞങ്ങൾ ഇതിനിടയ്ക്ക് ഒന്ന് വായിച്ചു. ഭഗവാനുമായിട്ടുള്ള റിയലൈസേഷൻ ഒക്കെ വന്നപ്പോൾ നമ്മുടെ ഭാരത സംസ്കൃതി എത്രത്തോളം മഹത്തരമാണ് എന്നുള്ള ഒരു പോയിന്റിലൂടെ വന്നു. മറ്റുള്ളവർ പറയുമ്പോഴാണ് നമുക്ക് അത് ഏറ്റവും കൂടുതൽ യോഗ്യമായിട്ട് തീരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രഭുപാദരുടെ അടുത്ത് തന്റെ ഗുരു ഭക്തി സിദ്ധാന്ത സ്വാമി മഹാരാജാവ് ഇവിടെ പോകാനും, എവിടെ അമേരിക്കയിൽ പോകാനും, അവിടെ ഈ കോൺഷ്യസ് സ്ഥാപിക്കാനും കൊടുക്കാനും പറഞ്ഞത്. അതുപോലെ തന്നെയാണ് മറ്റൊരു സ്കോളർ, യൂറോപ്യൻ സ്കോളർ നമ്മുടെ സംസ്കൃതിയെ കുറിച്ച്, നമ്മുടെ വേദങ്ങളെ കുറിച്ച്, നമ്മുടെ ആദർശത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ അത് പറയുന്നത് വില്യം ഡൂറന്റ് എന്നൊരു സ്കോളറാണ്. അദ്ദേഹത്തിന്റെ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ, ഞാൻ ഇന്നലെ അത് പറഞ്ഞതിന് ശേഷം വേറെ ആളെ എനിക്ക് അതിന്റെ ക്ലിപ്പുകൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് അയച്ചു തന്നു, അതിന്റെ ഇൻട്രഡക്ഷൻ ക്ലിപ്പുകൾ. വില്യം ഡൂറന്റ്, ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന, അദ്ദേഹത്തിന്റെ ആ സ്ക്രിപ്ചറിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യ വാസ് ദ മദർലാൻഡ് ഓഫ് അവർ റേസ് ആൻഡ് സംസ്കൃത് ദ മദർ ഓഫ് യൂറോപ്യൻ ലാംഗ്വേജ്. ഷീ വാസ് ദ മദർ ഓഫ് അവർ ഫിലോസഫി, ഓഫ് അവർ മാത്തമാറ്റിക്സ്, ഓഫ് ദ ഐഡിയൽസ് എംബഡീഡ് ഇൻ ക്രിസ്ത്യാനിറ്റി. എത്ര മഹത്തായ ആശയമാണ്, എത്ര
അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. ഒരു കൂട്ടം യൂറോപ്യൻ എന്താ പറയുന്നത്, വെറും ഹിപ്പികള് പ്രഭുപാദരുടെ ശിഷ്യന്മാരായിട്ട് മാറി അവര് ആത്മീയതയുടെ ഉന്നമനത്തിലെത്തി. നമ്മുടെ ഈ ശാസ്ത്രം പ്രചരിപ്പിക്കുമ്പോൾ ഭാരതത്തിനകത്തുള്ള നമ്മള് എവിടെ നിൽക്കുന്നു, പ്രത്യേകിച്ച് കേരളത്തില് എന്താണെന്നറിയില്ല. ഈ ആത്മീയത എവിടെ ഉണ്ടെങ്കിലോ അവിടെ മാത്രമേ പുരോഗമനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ശ്രീ ശ്രീ രവിശങ്കർ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ എപ്പോഴും പറയും, മത നേതാക്കളെ നിങ്ങൾക്ക് എവിടെയും കാണാം, പക്ഷേ ഒരു സ്പിരിച്വൽ ലീഡറിനെ ലോകത്തിൽ ഒരേ ഒരാളിൽ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ, അത് ശീല പ്രഭുപാദരാണെന്ന് പറഞ്ഞു. അത് ഇന്ത്യൻ എക്സ്പ്രസിൽ ആ ഒരു കാലഘട്ടത്ത് ആ സ്റ്റേറ്റ്മെന്റ് വരികയും ചെയ്തു. ഹരകൃഷ്ണ, അപ്പോൾ വീണ്ടും നീലമന സിസ്റ്റേഴ്സിനോട് നമുക്ക് സന്തോഷം, വീണ്ടും വീണ്ടും കാണാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഇതേ കണക്റ്റഡ് ആയിട്ടാണ് സുശീം പ്രഭുവിന്റെ ടോപ്പിക് വരുന്നത്. അതായത് ഹനുമാൻ ദേവൻ ഭഗവാന്റെ വളരെ വലിയൊരു ഭക്തനാണ്. സുശീം പ്രഭു അങ്ങോട്ട് പോകുന്ന ചരിത്രമാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് വാക്ക് പറയുന്നത് തിരിച്ചു വരുന്ന ഒരു ചരിത്രമാണ്. സീത അമ്മയെ കണ്ടിട്ട് തിരിച്ചു വരുന്ന ഒരു സന്തോഷമുണ്ട്. കരിമ്പിൻ കാടുകളിലൊക്കെ കയറിയിട്ട് ചവിട്ടി മതിച്ചിട്ട് ആ സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചിട്ട്, അപ്പോൾ ആരാ സുഗ്രീവനല്ലേ പറയുന്നത്? ചിപ്പമാതാജി സുഗ്രീവനല്ലേ പറയുന്നത്? അത് ഹനുമാൻ ആയിരിക്കാം. അതെ പ്രഭു. പോയ കാര്യം, ആ ദൗത്യം വിജയിച്ചിരിക്കാം, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട എന്ന് പറയും. അവിടുന്ന് വന്നിട്ട് ആ കരിമ്പിൻ ജ്യൂസ് എല്ലാം കുടിച്ച് മത്തായിട്ട് ആഘോഷിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ശ്രീരാമചന്ദ്രന്റെ അയോധ്യ ദൂരെ നിന്ന് കാണുമ്പോഴേ വിളിച്ചു പോവുകയാണ്. ആ വിളിച്ചു പോകുന്ന വാക്കിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്തു എന്ന ഒരു അഹങ്കാരത്തോടു കൂടിയാണ് നമ്മൾ വരുന്നത്. അത് ഞാൻ കാണിച്ചു തന്നു, ഞാൻ ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ ഹനുമാൻ ദേവൻ പറഞ്ഞത് ആദ്യത്തെ വാക്ക് എന്താണ്? ഹനുമാൻ ദേവന്റെ ദൗത്യം അതാണ് പറഞ്ഞത്. കണ്ടേ ഞാൻ സീതയെ, ഞാൻ കണ്ടു എന്നല്ല പറഞ്ഞത്, കണ്ടേ ഞാൻ സീതയെ. എത്ര മനോഹരമായ, ഞാൻ കൂടുതലും വീണ്ടും ഞാൻ അട്രാക്ട് ആയത് ഈ അടുത്തത് തീർത്ഥാടനം എന്നുള്ള കുറെ എപ്പിസോഡുകൾ കൊണ്ടുപോകുന്നുണ്ട് നീലമന സിസ്റ്റേഴ്സ്. ഞാൻ ഒന്ന് രണ്ട് ക്ലിപ്പുകൾ ഞാൻ നിങ്ങൾക്ക് ഇട്ടു തന്നിരുന്നു, അത് കാണണം. ആ രാമായണത്തിന്റെ ഓരോ ചുവടുകളും അതിനകത്തുണ്ട്, നല്ല രസമാണ്. അപ്പം തീർച്ചയായിട്ടും വളരെ സന്തോഷം. സുശീം പ്രഭുവിനെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. സുശീം പ്രഭുവിന്റെ അങ്ങോട്ട് പോയ ചരിത്രം പറയാം. അങ്ങോട്ട് പോയതല്ല പ്രഭു, ഞാൻ പ്രഭു പിന്നെ അശോകവനത്തില്, ഈ അശോകവനം തന്നെ രാവണൻ സെലക്ട് ചെയ്യുന്നത് സീതാദേവിക്ക് ഈ രാമനെ കുറിച്ചുള്ള ചിന്തയൊന്ന് മാറി അതിൻ്റെന്ന് മനോഹരമായിട്ടുള്ളൊരു സംഭവം ഒരു നല്ല സ്ഥലത്ത് കൊണ്ടിരുത്തണം എന്ന് വിചാരിച്ചത് കൊണ്ടാണ്. ഡീവിയേറ്റ് ചെയ്യിക്കാൻ പറ്റുന്നില്ല സീതാദേവി. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം, ഏറ്റവും മനോഹരമായിട്ടുള്ള ലങ്കയിലെ വനം, അശോകവനം, അങ്ങനെ അവിടെ കൊണ്ട് ഇരുത്തിയതാണ്. അപ്പൊ അവിടെ ആദ്യം ഹനുമാൻജി അത് കാണില്ല, മൊത്തം സ്ഥലങ്ങളും അന്വേഷിച്ചു. രാവണന്റെ ഇവരെ ഭാര്യമാരെയും ഇവരെല്ലാം നോക്കി നടക്കേണ്ടി വന്നു. ഹനുമാൻജി ശരിക്കും പറഞ്ഞാൽ ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അപ്പം അദ്ദേഹത്തിന് കിട്ടിയ സേവ ഇതാണ്. ശ്രീലങ്കയിലുള്ള എല്ലാവരെയും അന്വേഷിക്കേണ്ടി വന്നു. എവിടെയൊക്കെ ആരൊക്കെ കിടന്നുറങ്ങുന്നു, കാണുന്നു, എന്തെല്ലാം നടക്കുന്നു, ഇതെല്ലാം നോക്കി അന്വേഷിക്കേണ്ടി വന്നു ഹനുമാൻജി. അപ്പൊ അദ്ദേഹം അവസാനം അശോകവനത്തില് സീതാദേവിയെ ലൊക്കേറ്റ് ചെയ്യും. പക്ഷെ സീതാദേവിയുടെ ഒരു അവസ്ഥ കണ്ടിട്ട് അദ്ദേഹം നേരിട്ട് പോകുന്നില്ല. ഇപ്പൊ ഞാനത് ആ ഭാഗം വായിക്കാം, അത് കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് ഇതിനകത്ത് ആധ്യാത്മിക രാമായണം. ഞാനത് വായിച്ചിട്ട് അതിന്റെ മോറലൊക്കെ ഉണ്ട്, അതിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്, അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണം. രാത്രിയിൽ ഉറങ്ങാതെ ഉഷകാലമായപ്പോൾ സീതാദേവി സ്വയം പറഞ്ഞു, രാക്ഷസികൾ എന്റെ ദേഹത്തെ ഭക്ഷിക്കും. എനിക്ക് വേണ്ടപ്പെട്ടവരായി ആരും ഇപ്പോൾ എന്റെ അരികിൽ ഇല്ലാതെ പോയല്ലോ. മരിക്കാൻ ഒരു വഴിയും കാണുന്നില്ല, സ്വയം മരിക്കാൻ കഴിവുമില്ല.
മനോവീരനായ എന്റെ ഭർത്താവ് എന്നെ മറന്നു. എന്റെ ജീവനെ ഞാനിപ്പോൾ ഉപേക്ഷിക്കുകയാണ്. അദ്ദേഹം കാരുണ്യമില്ലാത്തവനാണ്. ഇങ്ങനെ പറഞ്ഞു സീത മെല്ലെ എണീറ്റ് തകർന്ന മനസ്സുമായി ഭർത്താവിനെ തന്നെ ചിന്തിച്ച് ഭയപാരവശ്യത്തോടെ ശരീരം ഇളകാതിരിക്കുവാൻ ശിംശപാവൃക്ഷത്തിന്റെ കൊമ്പുകൾ പിടിച്ച് കരഞ്ഞു. ഇതെല്ലാം വൃക്ഷത്തിന്റെ മുകളിൽ ഇരുന്ന് സശ്രദ്ധം വീക്ഷിക്കുന്ന ഹനുമാൻ സീതാദേവി കേൾക്കത്തക്ക വിധം പതുക്കെ പറഞ്ഞു. ഹനുമാൻജി നേരിട്ട് വന്ന് ഇറങ്ങുന്നില്ല. ഒരു ഇൻട്രൊഡക്ഷൻ, മൂഡ് മോശമായതുകൊണ്ടൊന്ന് നന്നാക്കാൻ വേണ്ടി രാമനെ കുറിച്ച് പ്രശംസിച്ച് സംസാരിക്കും മുകളിലിരുന്ന്. അതാണ് ഇനി അടുത്ത വായിക്കുന്നത്. സൂര്യവംശത്തിൽ ദശരഥന്റെ മക്കളായി കാമദേവ തുല്യരായി രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്ന 4 പേരുണ്ടായി. രാക്ഷസന്മാരെ വധിക്കുവാൻ കാരണക്കാരായ ശ്രീരാമൻ അച്ഛന്റെ നിർദ്ദേശപ്രകാരം സഹോദരനോടും പത്നിയോടും കൂടി വനത്തിൽ താമസിച്ചു. കപടവേഷം ധരിച്ച രാവണൻ ജനക മഹാരാജാവിന്റെ മകളും ശ്രീരാമന്റെ പത്നിയുമായ സീതയെ കൂട്ടിക്കൊണ്ടുപോയി. ദുഃഖിതരായ സഹോദരങ്ങൾ പലയിടത്തും ദേവിയെ അന്വേഷിച്ചു നടക്കുമ്പോൾ നിലത്ത് വീണ് കിടക്കുന്ന ജടായുവിനെ കണ്ട് അവന് മോക്ഷം നൽകി കിഷ്കിന്ധയിലെ മാല്യവാൻ പർവ്വതത്തിന്റെ സമീപത്തുകൂടി നടന്നു പോകുമ്പോൾ സുഗ്രീവനുമായി സഖ്യം ചെയ്ത് ബാലിയെ വധിച്ചു സുഗ്രീവനെ രാജാവായി അവരോധിച്ച് അതിന് പ്രത്യുപകാരമായി സീതാദേവിയെ അന്വേഷിക്കുവാനായി സുഗ്രീവൻ 4 ഭാഗത്തേക്കും വാനര സംഘത്തെ അയച്ചു. ഈ സംഘത്തിലെ ഒരുവനായ സമ്പാദിയുടെ ഉപദേശപ്രകാരം 100 യോജന വിസ്തീർണമുള്ള കടൽ ചാടി കടന്ന് ലങ്കയിലെത്തി. ലങ്കാപുരം മുഴുവനും ദേവിയെ തിരഞ്ഞു. അച്ഛന്റെ അനുഗ്രഹത്താൽ വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്ത് ശിംശാപ വൃക്ഷ ചുവട്ടിൽ അങ്ങയെ ദർശിച്ചു. ഞാൻ കൃതാർത്ഥനായി. ആഗ്രഹിച്ച കാര്യം സാധിച്ചതിൽ ഞാൻ സംതൃപ്തനായി. ഭഗവാന്റെ ഭക്തന്മാരിൽ ഞാൻ മുമ്പനാണ്. എനിക്ക് ലഭിച്ച ഭാഗ്യം ആലോചിക്കുമ്പോൾ അത്ഭുതം തന്നെ. അങ്ങയെ ഞാൻ നമിക്കുന്നു. ഹനുമാൻ ഇങ്ങനെ പറഞ്ഞു പിന്നെ ഇളകാതിരുന്നു. സീതാദേവി അശരീരി കേട്ട് തന്നോട് തന്നെ പറയുന്നു. ആരാണിപ്പോൾ മനോഹരമായി രഘുകുലവരന്റെ ശ്രീരാമന്റെ ചരിത്രം അന്തരീക്ഷത്തിൽ നിന്ന് കീർത്തിച്ചത്? വായുദേവൻ എന്നോടുള്ള ദയ കൊണ്ട് പറയുന്നതാണോ? അതല്ല പാപിയായ എന്റെ മനസ്സിന്റെ വിഭ്രാന്തിയോ? രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന എനിക്ക് സ്വപ്നം കാണുവാൻ സാധ്യമല്ലല്ലോ. വളരെ രസകരമായി അവതരിപ്പിച്ച എന്റെ ഭർത്താവിന്റെ ചരിത്രം സത്യമായി തീരണമേ. ഈ ചരിത്രം പറഞ്ഞത് ഏത് പുരുഷനാണെങ്കിലും അവൻ അത്യുത്തമനാണ്. അദ്ദേഹം എൻ്റെ മുമ്പിൽ വരട്ടെ, എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. അപ്പം ശരിക്കും അദ്ദേഹത്തിന് താഴോട്ട് വരാനുള്ള സിറ്റുവേഷൻ റെഡിയായി. സീതാദേവിയുടെ വാക്കുകൾ കേട്ട് ഹനുമാൻ മെല്ലെ സന്തോഷത്തോടു കൂടി വൃക്ഷത്തിൽ നിന്നിറങ്ങി. വിനയാന്യുതനായി ദേവിയുടെ ചരണങ്ങളിൽ നമസ്കരിച്ച് അല്പം അകലെ തൊഴുതു നിന്നു. ഹനുമാൻ വളരെ ചെറിയ രൂപത്തിലാണ് ദേവിയുടെ മുന്നിൽ വന്നത്. ഊർക്കരിൽ പക്ഷിക്ക് സമാനമായി, അത് ഒരു വിരൽ, തള്ളവിരലിന്റെ സൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. തന്റെ മുമ്പിൽ വാമന രൂപത്തിൽ നിൽക്കുന്നത് രാക്ഷസനായിരിക്കുമോ എന്ന് ദേവി ശങ്കിച്ചു. അതിന് കാരണമുണ്ട്. രാക്ഷസന്മാരായവരാണ്, അവർക്ക് ഏത് രൂപത്തിൽ മാറുവാൻ സാധിക്കും. ഈ വേഷത്തിൽ വന്നത് തന്നെ ചതിക്കാനായിരിക്കുമോ എന്ന ഭയത്താൽ ദേവി തല താഴ്ത്തിയിരുന്നു. ദേവിയുടെ ഭാവപ്രകടനങ്ങളിൽ നിന്ന് ഹനുമാന് തന്നെ സംശയമുണ്ടെന്ന് ബോധ്യമായി. ഹനുമാൻ ദേവിയുടെ സംശയ നിവാരണത്തിനായി ഇങ്ങനെ പറഞ്ഞു: അങ്ങയുടെ പാതാരവിന്ദത്താൽ ശരണം പ്രാപിച്ച എന്നെ സംശയിക്കരുത്. അങ്ങയുടെ ആജ്ഞാനുവർത്തിയായ ദാസനാണ് ഞാൻ. അങ്ങ് ചിന്തിച്ചതുപോലുള്ള വ്യക്തി അല്ല. കേസലേന്ദ്രനായ രാമന്റെ ദാസനാണ് ഞാൻ. സൂര്യപുത്രനായ സുഗ്രീവന്റെ ഭൃത്യനായ വായുപുത്രനാണ്. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ അശേഷം അസത്യം പ്രവർത്തിക്കാത്തവനാണ് അമ്മേ ഞാൻ. ഹനുമാന്റെ മധുരമായ വാക്കുകൾ കേട്ട് ദേവി ഹനുമാനോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഗദ്യം മാത്രമേ വായിക്കുന്നുള്ളൂ, പദ്യമുണ്ട് ഇതിനിടയിൽ, പക്ഷെ അത് ബുദ്ധിമുട്ടാണ്. സത്യസന്ധമായും വക്രതയില്ലാതെയും മാർദ്ദവത്തോടെയും വ്യക്തമായ വാക്കുകളോടെയും ഹനുമാനെ പോലെ സംസാരിക്കുന്നവർ കുറവാണ് എന്ന് പറഞ്ഞ് സീതാദേവി ഹനുമാനെ അഭിനന്ദിക്കുന്നു. ശ്രീരാമചന്ദ്രനും വാനരന്മാരും തമ്മിൽ വനത്തിൽ വെച്ച് ബന്ധമുണ്ടാവാനുള്ള കാരണം എന്താണ്? സീതാദേവി ഹനുമാനോട് ചോദിച്ചു. തിരുമനസ്സിന് പിന്നെ ഹനുമാൻ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. സീതാദേവിയോട് അതീവ സ്നേഹമാണ് ശ്രീരാമനെന്നും പറയുന്നുണ്ട്.
സോ ഈ രണ്ട് കാരണങ്ങൾ ഇത് എങ്ങനെ നിനക്ക് മനസ്സിലായെന്ന് ചോദിക്കുന്നുണ്ട് സീതാദേവി. സർവ്വലോകത്തിന്റെ അതിന് മറുപടിയായിട്ട് ഹനുമാൻ പറയുന്നുണ്ട്. ഹനുമാന്റെ ഭക്തി അതായത് ഭയങ്കര എളിമയുള്ള ഒരാളാണ്. കാരണം ഹനുമാൻ എന്ന് പറഞ്ഞാൽ തന്നെ താടി പൊട്ടിയവൻ എന്നാണ് അർത്ഥം. ഒരു സാധാരണ ഈ വൈരൂപ്യം എന്തെങ്കിലും താടി പൊട്ടിയത് ഇന്ദ്രൻ തട്ടിപ്പൊട്ടിച്ചതാണ്. സൂര്യനെ പിടിക്കാൻ പോയിട്ട് തട്ടിപ്പൊട്ടിച്ച്. ശരിക്കും ആഞ്ജനേയൻ എന്നാണ് ഹനുമാൻജിയുടെ പേര്. പക്ഷെ ഇടം പേരാണ് ആളുകൾ ഇവിടെ അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്തത്. നമ്മളെ നാട്ടിൽ അങ്ങനെ ആരെങ്കിലും ചെയ്യൂ? തലമുടിയില്ലാത്ത കഷണ്ടി എന്നൊക്കെ വിളിച്ചാല് ആളുകൾ ഓടിച്ചിട്ടടിക്കും. ഇദ്ദേഹത്തിന്റെ പേര് തന്നെ താടി പൊട്ടിയവനെന്നാണ് ശരിക്കും. അപ്പൊ അത്രയ്ക്ക് പിന്നെ ഇതൊക്കെ അതിനിടയിൽ കിട്ടിയ ചില ഇൻഫർമേഷൻസ്. സർവ്വലോകത്തിന്റെയും ഈശ്വരനായ അങ്ങയുടെ ഭർത്താവിനെ പറ്റി ഞാൻ പറഞ്ഞതെല്ലാം ശ്രീരാമദേവനാണ്, സത്യമാണ്. ഭർത്താവിന്റെ ഉപദേശപ്രകാരം അങ്ങ് അഗ്നിയിലും ആശ്രമത്തിലും വെവ്വേറെയായി താമസിക്കുന്ന കാലത്ത് ഒരു ദിവസം പൊന്മാനെ പിടിക്കുവാനായി ശ്രീരാമൻ പോയെങ്കിലും അതിന് പിടികൊടുക്കാത്തത് കൊണ്ട് ഇതാണ് പിന്നെ അടയാളവാക്യമായിട്ട് പറയുന്നത്. കാരണം ഈ കാര്യങ്ങളൊന്നും വേറെ ആരും വന്ന് പറയില്ലല്ലോ. ശ്രീരാമൻ ഈ രണ്ടായിട്ട് സീതാദേവിയെ ജീവിക്കണമെന്ന് പറഞ്ഞത് ഒന്നും രാവണൻ അറിയില്ല. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഒരു മോതിരവും കൊടുത്തുവിടും, പ്ലസ് ഒരു അടയാള വാക്യവും. അങ്ങനെയാണ് ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത്. രണ്ട് സൈഡിൽ ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോൾ സീതാദേവി ഇനി വേറൊരു കഥയും ഇപ്പൊ കൊടുത്തുവിടും തിരിച്ച്. ഇവിടെ മോതിരവും രാമന്റെ മോതിരവും ഈ കഥയുമാണ്. രണ്ടായിട്ട് ജീവിക്കണമെന്ന് രാമൻ പറഞ്ഞത് വേറെ ആർക്കും അറിയില്ല. അതാണ് ഇതിനകത്തുള്ള ഒരു കീ ഇത്. അതോടുകൂടി സീതാദേവിക്ക് വളരെ വ്യക്തമായിട്ട് എന്നിട്ട് മോതിരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. മോതിരം തലയിൽ വെച്ച് ഇതാക്കി. ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ശബരിക്ക് മോക്ഷം നൽകി കുറെ കഥകളൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ രണ്ടുപേരെയും അവരുടെ ചുമലിലേറ്റി സുഗ്രീവന്റെ മുമ്പിലേക്ക് കൊണ്ട് അതൊക്കെ കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഭർത്താവിന്റെ മോതിരമണിഞ്ഞ സന്തോഷത്തോടെ നിറഞ്ഞ കണ്ണുകളോടെ ഹനുമാൻ ഏറ്റുവാങ്ങി സീതാദേവി അതിനെ സസ്നേഹത്തോടെ തന്റെ തലയിൽ ചേർത്ത് വെച്ചു. അതിനുശേഷം സീത ഹനുമാനോട് പറഞ്ഞു, വാനരവംശത്തിലെ ശ്രേഷ്ഠനായ അങ്ങ് എനിക്ക് പ്രാണനെ നൽകിയ പ്രാണദാതാവാണ്. മാത്രമല്ല എന്നോട് ഏറ്റവും സ്നേഹബഹുമാനം കാണിക്കുന്ന ധന്യാത്മാവുമാണ്. ശ്രീരാമഭക്തനായ താങ്കൾക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിശ്വസ്തനാണെന്ന് ഞാൻ മനസ്സിലാക്കി. പല ഗുണങ്ങളും ഉള്ളവരല്ലാതെ എന്റെ ഭർത്താവ് എന്റെ അടുത്തേക്ക് മറ്റാരെയും അയക്കില്ല എന്നെനിക്കറിയാം. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ താങ്കൾ നേരിട്ട് മനസ്സിലാക്കിയല്ലോ. താങ്കൾ ഉടനെ ചെന്ന് ഭർത്താവിന് ബോധ്യം വരുന്ന തരത്തിൽ എന്റെ ദയനീയ സ്ഥിതിയെ അറിയിക്കുക. 2 മാസത്തിനുള്ളിൽ രാക്ഷസൻ എന്നെ ഭക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിനിടയിൽ അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ താങ്കൾ ചെയ്യുക. അതുവരെ ഞാൻ എങ്ങനെയെങ്കിലും ജീവിക്കാം. രാവണനെ വധിച്ച് എന്റെ ദുഃഖത്തെ ഇല്ലാതാക്കാൻ ഭർത്താവിനോട് പറയുക. ദേവിയുടെ വചനങ്ങൾ ശ്രദ്ധിച്ചു കേട്ട ഹനുമാൻ അവിടെ കണ്ട എല്ലാ കാര്യങ്ങളും താൻ വിശദമായി രാമചന്ദ്രനെ അറിയിക്കുമെന്നും ദേവിക്ക് ഉറപ്പ് നൽകി വാനരസേനയുമായി കടൽ തരണം ചെയ്ത് ഇവിടെ നിന്ന് രാക്ഷസ വംശത്തോടെ രാവണനെ വധിച്ച് എങ്ങനെയും കൊണ്ട് ശ്രീരാമൻ അയോധ്യയിലേക്ക് മടങ്ങുമെന്ന് ഹനുമാൻ സീതാദേവിയോട് പറഞ്ഞു, സാന്ത്വനപ്പെടുത്തി. ഹനുമാന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് സീതാദേവിക്ക് ഒരു സംശയം കൂടെ ഉണ്ട്. അതായത് സീതാദേവി ചോദിക്കും, നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ എണീറ്റ് നിൽക്കാൻ വയ്യ, ആ ഒരു ഇത്ര പോലെ ഉള്ളൂ. നിങ്ങളാണോ ഈ വാനരസേന എല്ലാം കൂടെ കൊണ്ടുവന്ന് ഈ രാക്ഷസന്മാരെ എല്ലാം വധിക്കുന്നത്? സീതാദേവി ഒരു കുസൃതി ചോദ്യമാണ്. ഇത് കണ്ടിട്ട് അത് ആലോചിച്ചിട്ട് അപ്പം ഹനുമാൻ സ്വാമിക്ക് മനസ്സിലായി സൈസ് വീണ്ടും പഴയ ഒളിച്ചിരിക്കാൻ വേണ്ടിയുള്ള ചെറിയ സൈസ് ആണെന്നും പിന്നെ അത് ഭീമാകരമായ പർവ്വതം പോലെ ആവുകയും അപ്പം സീതാദേവി കൺവിൻസ്ഡ് ആവും. എന്നിട്ടാണ് ഈ പറയുന്നത് എന്റെ തോളിക്കാരിക്കൂടെ ഞാൻ കൊണ്ടുപോകാം. അപ്പൊ സീതാദേവി വളരെ ഇതായിട്ട് അത് ഇതാക്കും. അത് അത്രയും ആയതിനു ശേഷം സീതാദേവി തിരിച്ച് ഒരു അടയാള കഥയും ഒരു പിന്നെ ചൂടാരത്നം കൊടുക്കും. അപ്പൊ കഥ ഇതാണ്. അത് രാമനും സീതാദേവിക്കും മാത്രം അറിയുന്ന കഥയാണ്. അതായത് ചിത്രകൂടത്തിൽ താമസിക്കുന്ന കാലത്ത് കൊണ്ടാട്ടം പലലം ഉണ്ടാക്കി ഉണക്കുവാനായി ആശ്രമത്തിന്റെ മുന്നിൽ വെച്ചിരുന്നു. ഈ സമയത്ത് ശ്രീരാമചന്ദ്രന്റെ മടിയിൽ തലവെച്ചുറങ്ങുകയായിരുന്നു. ശ്രീരാമചന്ദ്രൻ എന്റെ മടിയിൽ തലവെച്ചുറങ്ങുകയായിരുന്നു. അപ്പോൾ ദേവേന്ദ്രന്റെ പുത്രനായ ജയന്തൻ കാക്കയുടെ രൂപത്തിൽ വന്ന്
പലലത്തെ കൊത്തിയെടുക്കുവാൻ ശ്രമിച്ചു. അത് കണ്ടപ്പോൾ ഞാൻ കാക്കയുടെ നേരെ കല്ലുകൾ എടുത്തെറിഞ്ഞു. ഇതിൽ പ്രകോപിതനായ അവൻ തന്റെ മൂർത്ത നഖങ്ങൾ കൊണ്ട് എന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി. ഭർത്താവ് ഉണർന്നു നോക്കിയപ്പോൾ ശരീരത്തിൽ നിന്ന് ചോര ഒലിക്കുന്നത് കണ്ട് പരിഭ്രമത്തോടെ ഒരു പുല്ലിന്റെ കഷണം എടുത്ത് ജപിച്ച് കാക്കയുടെ നേരെ പ്രയോഗിച്ചു. ഭയത്തോടെ ജയന്തൻ ബ്രഹ്മാവിന്റെയും ഇന്ദ്രന്റെയും ശിവന്റെയും അടുത്ത് എന്ന് രക്ഷിക്കാൻ അപേക്ഷിച്ചു. അവരെല്ലാം രക്ഷിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞ് കൈയൊഴിയുന്നു. അവസാനം ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ വീണ് രക്ഷിക്കുവാനായി അവൻ അപേക്ഷിച്ചു. താൻ ദേവേന്ദ്രന്റെ മകനായ ജയന്തനാണെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ താൻ പ്രയോഗിച്ച അസ്ത്രം വിഫലമാവുക ഇല്ലെന്നും അതുകൊണ്ട് നിന്റെ ഒരു കണ്ണ് നഷ്ടമാവുമെന്നും പറഞ്ഞു ജയന്തനെ പറഞ്ഞയച്ചു. ഇങ്ങനെ ദയോടുകൂടി എന്നെ രക്ഷിച്ചവൻ ഇപ്പോൾ എന്നെ ഉപേക്ഷിച്ചത് എന്താണ് എന്ന് സംശയം മനസ്സിലാകുന്നില്ലല്ലോ, എന്ന് ദുഷ്കൃതം തന്നെ ആയിരിക്കുന്നു എന്ന് കാണാം. അതാണ് കാക്കയ്ക്ക് ഒരു കണ്ണേ ഉള്ളെന്ന് പറയുന്നത്. കാക്ക ഇങ്ങനെയാണ് നോക്കുന്നു, ഒരു സൈഡ് വെച്ചായിരിക്കും നോക്കുന്നത്. ഒരു കണ്ണേ ഉള്ളൂ. അന്ന് ശ്രീരാമചന്ദ്രൻ കുത്തിപ്പൊട്ടിച്ചതാണ്. ഇപ്പൊ പിടിച്ച് കാക്ക ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകില്ല, പക്ഷെ അങ്ങനെ പറയുന്നു. ഇതാണ് അതിന്റെ ആ കോണ്ടെക്സ്റ്റ്. പിന്നെ പലലും അതിലൊക്കെ നമ്മൾ വരുന്നുണ്ട്, ഇതിന്റെ മോറൽ വരുന്നുണ്ട് ശേഷം. സാന്ത്വനപ്പെടുത്താൻ ഞാൻ ഇവിടുന്ന് ശ്രീരാമൻ പറഞ്ഞിട്ട് ഹനുമാൻ മറുപടി കേട്ട് സീതാദേവി താന്റെ മനസ്സിൽ സൂക്ഷിച്ചു വരുന്ന സംശയം ഹനുമാനോട്. തീരെ ശോഷിച്ച ശരീരത്തോടു കൂടിയ തന്നെ പോലുള്ള വാനരന്മാർക്ക് എങ്ങനെ പർവ്വതം പോലെ വലുപ്പമുള്ള രാക്ഷസന്മാരോട് ഏറ്റുമുട്ടാൻ സാധിക്കും? ഇതാണ് ഞാൻ പറഞ്ഞത്. ദേവിയുടെ സംശയം ശ്രദ്ധിച്ച ഹനുമാൻ ഉടനെ തന്നെ പർവ്വതം, അതൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏറ്റുവാങ്ങി ഹനുമാൻ അവിടെ നിന്ന് ഈ കഥയും പിന്നെ ചൂടാരത്നവുമായിട്ട് ഹനുമാൻ തിരിച്ചു പോകുന്നു. അതിനുശേഷമാണ് ഈ മോറൽ ഓഫ് ദിസ് സ്റ്റോറി എന്ന് പറഞ്ഞൊരു ഒരു ഭാഗമുണ്ട്. ഇത് തുഞ്ചത്തെഴുത്തച്ഛന്റെ ആദ്യമേ രാമായണത്തിന്റെ ഭാഗമാണ്. ഹനുമാൻ സ്ത്രീകളോട് എങ്ങനെ പെരുമാറുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. അപരിചിതനായ ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയായിരിക്കണമെന്ന് ഹനുമാൻ തന്റെ പെരുമാറ്റത്തിലൂടെ വ്യക്തമാക്കുന്നു. ദേവിയുടെ മുമ്പിൽ പെട്ടെന്ന് ചെല്ലാതെ ദേവിയുടെ അപ്പോഴത്തെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു ഹനുമാൻ. വളരെയധികം ദുഃഖിക്കുന്ന ദേവിയെ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ശ്രവണസുഖം നൽകുന്ന തരത്തിൽ ശ്രീരാമന്റെ ചരിത്രം വൃക്ഷത്തിന്റെ മുകളിൽ മറഞ്ഞു നിന്ന് ഹനുമാൻ വിവരിച്ചത്. ഇത് ശ്രദ്ധിച്ച സീത ഉന്മേഷവതിയായി എന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം മുമ്പിൽ വന്ന് താഴോട്ട് ഇറങ്ങുന്നത്. അതാണ് അതിന്റെ ഒരു വളരെ മോശം കണ്ടീഷനിൽ നിൽക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ചെന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം താഴോട്ട് ഇറങ്ങുന്നത്. ഹനുമാൻ സീത അത് കണക്ക് തന്നെ തന്റെ വീരസാഹസിക കഥകളൊന്നും ഹനുമാൻ ദേവിയോട് പറഞ്ഞില്ല. തന്റെ സ്വാമിയുടെ മഹാത്മ്യം മാത്രമാണ് പറഞ്ഞത്. ആത്മപ്രശംസ നല്ല സ്വഭാവമല്ല എന്നാണ് ഹനുമാന്റെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വാനരന്മാർക്ക് യുദ്ധം ചെയ്യാൻ ഓക്കെ. പിന്നെ ദേവി സംശയം പ്രകടിച്ചപ്പോൾ അത് മറുപടി പറയുന്നുണ്ട്. വളരെ ഉദാത്തമായ വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. പിന്നെ സംസ്കൃത ഭാഷയിൽ ഈ പലലം എന്ന വാക്കിന്റെ അർത്ഥത്തെ കുറിച്ച് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെൻഷനിങ് ഉണ്ട് ഇതിനകത്ത്. സംസ്കൃത വാക്കിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സന്ദർഭോചിതമായിട്ട് വേണം സംസ്കൃത വാക്കുകളുടെ അർത്ഥം സ്വീകരിക്കുവാൻ. ഉദാഹരണമായി സംസ്കൃതത്തിലെ സ്ത്രീ എന്ന വാക്കിന് ഐശ്വര്യമെന്നും വിഷമെന്നും അർത്ഥമുണ്ട്. ശ്രീകണ്ഠൻ വിഷം കണ്ഠത്തിലുള്ളതെന്നാണ് അർത്ഥം. ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഐശ്വര്യമാണ് അവിടുത്തെ അർത്ഥം. അങ്ങനെ സംസ്കൃതത്തിന്റെ വാക്കുകളുടെ അർത്ഥം ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ കാരണം ഈ ശ്രീ എന്ന വാക്കിന് വിഷം അത് പറയുന്നുണ്ട്. ഇതുപോലെ പലലം എന്ന വാക്കിന് വറ്റൽ, എള്ളിൻ പൊടി, എള്ളുണ്ട, മാംസം എന്നും അർത്ഥമുണ്ട്. ഈ പലലമാണ് ഇവർ ഉണക്കാൻ വെച്ചിരിക്കുന്നത്. അല്ല ശ്രീരാമൻ മാംസം ഉണക്കാൻ വെച്ച് കഴിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ കഥകളൊക്കെ കേൾക്കും. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഈ ഭാഗത്തിനൊരു ഇമ്പോർട്ടൻസ് വന്നത്. മാംസം എന്നൊക്കെ അർത്ഥമുണ്ട്. സസ്യാഹാരികളായ ശ്രീരാമനും സീതയും മാംസഭക്ഷണം കഴിക്കാൻ സാധ്യതയില്ല. എന്നാൽ പച്ചക്കായ്കൾ വെട്ടി ഞുറുക്കി അതിൽ വ്യഞ്ജനങ്ങൾ ചേർത്ത് ഉണക്കി കൊണ്ടാട്ടമാക്കി ഉപയോഗിച്ചിട്ടുണ്ടാകും. അത് അല്ലെങ്കിൽ എള്ളുണ്ട ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. ആധ്യാത്മിക രാമായണത്തിൽ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ വനത്തിൽ താപസ ജീവിതം നയിക്കുന്ന ശ്രീരാമൻ മാംസഭക്ഷണനാകുക ഇല്ല. രാക്ഷസൻ എന്നാൽ മാംസം കഴിക്കുന്നവൻ എന്നാണ് സംസ്കൃതത്തിൽ. അങ്ങനെ വരുമ്പോൾ
രാക്ഷസാന്തകനായ രാമൻ മാംസം കഴിക്കുന്നവനായിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. രണ്ടും കൂടെ ശരിയാവുമല്ലോ. മാംസം കഴിക്കുന്നവനെയാണ് രാക്ഷസൻ എന്ന് വിളിക്കുന്നത് തന്നെ. രാമൻ രാക്ഷസനെ കൊല്ലാൻ പോകുന്ന ആള്. അതുപോലെ താപസ ജീവിതം നയിക്കണം എന്നാണ് കൈകേയിയുടെ ആവശ്യം. അപ്പൊ യമനിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് വനത്തിലും രാമൻ. അപ്പൊ ഒരിക്കലും മാംസം കഴിക്കാൻ അതുമായിട്ട് ചേർന്ന് പോകുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കുറെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്, രാമൻ വനത്തിൽ താമസിച്ചപ്പോ മാംസം കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അതിനൊക്കെ ഉള്ളൊരു മറുപടിയാണ് ഇവിടെ ഇതിൽ കാണുന്നത്. അത് താമസനായി കഴിയുന്ന രാമൻ യമനിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ്. യമം എന്നാൽ സത്യം പറയുക, അഹിംസ പാലിക്കുക, മോഷ്ടിക്കാതിരിക്കുക, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, വെറുതെ ഒന്നും സ്വീകരിക്കാതിരിക്കുക എന്നിവയാണ്. മാംസാഹാരം കഴിച്ചുകൊണ്ട് അഹിംസാവ്രതം അനുഷ്ഠിക്കാൻ ശ്രീരാമചന്ദ്രന് സാധിക്കുകയില്ല. കൈകേയി ദശരഥനോട് 2 വരങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അതിലൊന്ന് രാമൻ താപസവേഷം ധരിച്ച് വനാന്തര കാലം 14 വത്സരം വാഴണം, മൂലബലവും ഭുജിച്ച് മഹീതപതയെ ശക്തമായി നിഷ്കർഷിച്ചിട്ടുണ്ടെന്ന കാര്യം ഇത്തരണത്തിൽ സ്മരണീയമാണ്. ഈ പശ്ചാത്തലത്തിൽ പലലം എന്ന വാക്കിന് മാംസം എന്ന അർത്ഥം സാന്ദർഭികമായി നൽകുന്നതിൽ യുക്തിയില്ല. അങ്ങനെയാണ് അതിനുള്ളൊരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ. പലലം എന്ന വാക്ക് അത് വെച്ചിട്ടാണ് മാംസം എന്നുള്ള അർത്ഥം വെച്ച് ആളുകളൊക്കെ പറയുന്നത്. രാമൻ മാംസം കഴിക്കുമായിരുന്നു. ഇത്രയാണ് അതിനകത്തുള്ളത് ഈ ഭാഗം. ഈ സുന്ദരകാന്ഡത്തിലെ ഇതിൻ്റെ ഉള്ള എക്സ്പ്ലനേഷൻ. ഞാനിതൊരു രാമായണം, അധ്യാത്മ രാമായണമാണ് തുഞ്ചത്തെഴുത്തത്. അതിൻ്റെ ഒരു A.K.B. നായറിന്റെ ട്രാൻസ്ലേഷനാണ്. എൻ്റെ കയ്യിൽ നിന്നൊരു രാമായണം ഞാൻ തപ്പിപ്പിടിച്ചതാണ്. ഇങ്ങനൊരു സബ്ജക്ട് നോക്കണമെന്ന് വെച്ചിട്ട് അതിൽ ഞാൻ കണ്ടതിൽ കൊള്ളാവുന്നൊരു ഭാഗമാണ് എടുത്തത്. മണിലാൽ പ്രഭു തിരിച്ച് അടുത്ത ഭാഗം. ഹരേ കൃഷ്ണ. നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു. വളരെ വായിച്ചാലേ അത് ശരിയാവുള്ളൂ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വായിച്ചത്. അതെ. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം, വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇത് ഇപ്പം ഒരുപാട് പേർക്ക് രാമായണത്തെ കുറിച്ച് അറിയാൻ ഇൻട്രസ്റ്റ് ആയി. ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് എനിക്ക് ഗുരുവിന്റെ അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം, ഇത് മറ്റുള്ള ക്ലാസ്സുകളിലും ഇതേപോലെ ഡിസ്കഷൻ പോയപ്പോൾ ഒരുപാട് പേര്, അതായത് പുതുതായിട്ട് വരുന്ന ചില ആൾക്കാര് രാമായണത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യപ്പെട്ടു. അതുവരെ രാമായണം എല്ലാ വർഷവും ഒരു ചടങ്ങ്, ഒരു രാമായണത്തിന്റെ വായന പോലെ ഒരു ചടങ്ങായിട്ട് മാറുകയായിരുന്നു. ഇന്നും വിളിച്ചൊരാൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഭഗവത്ഗീത പഠിക്കുന്നതിന്റെ കൂട്ട് രാമായണത്തെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ സത്യം പറഞ്ഞാല് ഭഗവാന്റെ വളരെ വലിയൊരു അനുഗ്രഹമാണ്. ശ്രീരാമചന്ദ്രനെ കുറിച്ചൊക്കെ നമ്മൾ നല്ല രീതിയിൽ അവർക്ക് മനസ്സിൽ ഹൃദിസ്ഥമാക്കാൻ. ആകെ നമ്മൾ അറിയുന്നത് രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയി, ശ്രീരാമചന്ദ്രൻ സീതയെ പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെയല്ല, അത് ഭയങ്കര ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം സുന്ദർ പ്രഭുവിന്റെ ക്ലാസ് ഇവിടെ 2 പ്രാവശ്യം നടക്കുന്നുണ്ട് വീട്ടില്. ഒന്ന് പ്ലസ് പിന്നെ ഇങ്ങനെ ടോപ്പിക് വന്നോണ്ട് ഞാൻ ഇത് ഒന്ന് നേരെ നോക്കിയിരുന്നു. അപ്പൊ എല്ലാവർക്കും ടോപ്പിക് കൊടുക്കൂ പ്രഭു. മാതാജിക്ക് കൊടുക്കൂ. അപ്പൊ അവരൊക്കെ പ്രസന്റ് ചെയ്യട്ടെ. അപ്പൊ എല്ലാരും ഞാൻ ഇത് മൊത്തം തപ്പി നോക്കിയിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. തീർച്ചയായിട്ടും പ്രഭു എല്ലാവർക്കും ഇരിപ്പുണ്ടല്ലേ, എപ്പോ എന്നോട് പറയുമെന്നുള്ള രീതിയിലാണ്. ഈ ഭാഗം ക്ലിയർ ആയില്ലേ? അത് അതിനകത്ത് അടുത്ത ആഴ്ച ആർക്ക് സബ്ജക്റ്റുമായിട്ട് വരാം? വോളണ്ടിയറിൽ ഇങ്ങോട്ട് ആർക്ക് പറയാൻ പറ്റും? അതെ അതെ, വോളണ്ടിയർലി ഇങ്ങോട്ട് ആർക്ക് വരാൻ പറ്റും? JP പ്രഭു മുഖത്ത് നോക്കുന്നില്ല. JP പ്രഭു നോക്കും. മാതാജി ഉണ്ട്, വിദ്യാമാതാജി. വിദ്യാമാതാജി can take one രുക്മിണി class, right? വിദ്യ മാതാ അടുത്ത ആഴ്ച റെഡി ആവൂല്ലേ? Yeah, great. 10 minutes. നിവേദ, കൊച്ചുകുട്ടികൾക്ക് കൂടി രാമായണം അറിയാവുന്ന കാര്യങ്ങൾ പറയാം. നിവേദ കേൾക്കുന്നുണ്ടോ? Nived is also കൊച്ചു കൊച്ചു കാര്യങ്ങള് നല്ല ഒരു ഇൻഫർമേഷൻ ലാസ്റ്റ് ടൈമിൽ തന്നിരുന്നു. അവർക്ക് കൂടി അവർക്കറിയാം. എനിക്ക് വളരെ മിസ്സായിട്ടുള്ള 2-3 കുട്ടികളുണ്ട് ഇവിടെ. നമുക്ക് നിവേദിനെ മാനസികമായിട്ട് വലിയ പ്രയാസമാണ്. പക്ഷെ എനിക്ക് അവരെ പറഞ്ഞു വിടാനും പറ്റത്തില്ല. പ്രഭു ഉണ്ട്.
നിവേദിനെ കുറെ പഠിക്കാനുണ്ട് നമുക്ക്. സോ തീർച്ചയായിട്ടും ഞാൻ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ചാൾസ് ഡാർവിൻ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് നമ്മുടെ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഇങ്ങനെ ഓരോരോ സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത് നോക്കിയപ്പോൾ ദശാവതാരത്തിലും ഡാർവിൻസ് തിയറിയിലും ഒരു സാമ്യമുണ്ട്. അത് അതൊന്ന് റിസർച്ച് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാന്ന് പറഞ്ഞു. ഇങ്ങനെ വരണം, ഇങ്ങനെയാണ് ഇങ്ങനെ വന്നിട്ട് നമുക്ക് നോക്കാം. അതുപോലെ സാമ്യമുള്ള ഏക ഫിലോസഫി ഹിന്ദുസ് ഫിലോസഫിയാണ് ഡാർവിൻസ് തിയറി. എക്സ്പാൻഷൻ ഓഫ് സോൾ ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നെങ്കിലും അതും പാരലായിട്ട് പോകുന്നുണ്ട്. എല്ലാരും പ്രിപ്പയർ ചെയ്യണം. പ്രഹ്ലാദൻ പ്രഭു, പിന്നെ മാതാജി, ജയപ്രകാശ് പ്രഭു, സുരേഷ് ഗോപി പ്രഭു, എല്ലാരും, രാജീവ് പ്രഭു, എല്ലാരും ക്ലാസ് എടുക്കണം. ഇതിപ്പം ഈ രാമായണ മാസം കഴിഞ്ഞാലും ഈ 10 മിനിറ്റ് മുന്നോട്ട് പോകും. ഓരോരുത്തർക്കും ഓരോ സബ്ജക്ട് തന്നിരിക്കും. ഞാനത് മാനസികമായിട്ട് ഇങ്ങനെ സെറ്റായി കഴിഞ്ഞു. എല്ലാവർക്കും ഒരു ട്രെയിനിങ് ആവണം. എങ്ങനെയാണ് സത്സംഗം എടുക്കുക, ട്രെയിനിങ് ആണ്. പ്രിപ്പയർഡ് അല്ല, പക്ഷെ പ്രിപ്പയർ ആകാം. നമ്മുടെ മാസം തീരുന്നവരെ രാമായണത്തിൽ ഇത്ര ആഴത്തില് ഭയങ്കര വലിയൊരു വ്യത്യാസമാണ്. ഞാൻ ഏകദേശം കഴിഞ്ഞ വർഷമാണ് രാമായണത്തെ കൊണ്ട് കൂടുതൽ ഒന്നുകൂടെ ഞാൻ ഡീപ്പായിട്ട് പോയത്. 2 വർഷം മുമ്പ് വരെ രാമായണത്തെ അത്ര ഞാൻ അതൊരു ത്രേതായുഗത്ത് നടന്ന കാര്യം, ഈ പ്രാവശ്യം അതിന് പ്രസക്തി ഇല്ല എന്നുള്ള രീതിയിലാണ് നടന്നത്. പക്ഷേ രാമായണം വായിച്ചു പോയപ്പോൾ എനിക്കത് ഒന്നുകൂടെ വായിക്കണമെന്നായി. അങ്ങനെ രാമായണം വായിക്കുക, രാമായണത്തിന് ട്രാൻസ്ലേഷൻ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം നോക്കി. ട്രൂ ട്രാൻസ്ലേഷൻ ഈ ഓൺലൈൻ ആയതിനു ഒരുപാട് പേര് ഓൺലൈനിൽ ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും രാജീവ് പ്രഭു ഒന്നും വേണ്ടില്ല. ജയപ്രകാശ് പ്രഭുവിന്റെ ഭവനം എന്ന് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ വരുന്ന ആഴ്ചകൾ റെഡി എന്നുള്ളതാണ്. അതിനകത്ത് പിന്നെ വേറെ ചോദ്യമില്ല, അവർക്കൊന്നും പറയുന്നില്ല. രാജീവ് പ്രഭു ഒന്നും പറയുന്നില്ല. രാജീവ് പ്രഭുവിന്റെ മുഖഭാവം ഒന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല ചില സമയത്ത്. മ്യൂട്ടാണ്. എല്ലാം കേൾക്കുന്നുണ്ട്. ശിവമാതാജി ഇൻട്രാക്ഷൻ വായിച്ചത് വളരെ നന്നായിരുന്നു, വളരെ സ്പഷ്ടമായിരുന്നു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിപിൻ പ്രഭു പറയുന്നൊന്നും മിണ്ടിയില്ല. ഇതിനിടയ്ക്ക് വേറൊരു കാര്യം, ജയലക്ഷ്മി മാതാജി വീഡിയോയിൽ വരൂ. നമ്മുടെ കുട്ടികളുടെ ശ്ലോക കോമ്പറ്റീഷൻ, ഇത് നമ്മുടെ കോമ്പറ്റീഷൻ അല്ല, പക്ഷെ സേവനത്തിന്റെ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ കുട്ടികൾ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഞാൻ 2 ദിവസവും ഫുൾ ടൈം ഏകദേശം ഉണ്ടായിരുന്നു. നമ്മുടെ കുട്ടികൾ നല്ലതുപോലെയാണ് അത് ശ്ലോകം മാത്രമല്ല ലളിതഗാനവും ചെയ്തിരുന്നു, നല്ലതുപോലെ അവതരിപ്പിച്ചു. അനന്യ, അനവദ്യ, നമ്മുടെ ആമി നല്ലവണ്ണം അവതരിപ്പിച്ചത്, അഭിരാമി അവതരിപ്പിച്ചിരുന്നു. അവർക്ക് പ്രൈസും ഉണ്ട് അല്ലേ? ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്. എന്താ ജയലക്ഷ്മി മാതാജി, എന്താണ് പ്രൈസ് കിട്ടിയത്? ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു എനിക്ക്. ശബ്ദം കിട്ടുന്നില്ല, പക്ഷെ ഊഫറിന്റെ സൗണ്ട് ആണ്, വൈബ്രേഷൻ സൗണ്ട് ആണ് നിങ്ങൾ കേൾക്കാൻ പറ്റുന്നത്. എവിടെയോ ടച്ച് ചെയ്തിട്ടുണ്ട്, ആ ഹെഡ് പിന്നെ എവിടെയോ ടച്ച് ചെയ്തിട്ടുണ്ടാവാം. പ്രഭു കേക്കാവോ? ഇപ്പോൾ യെസ്. പ്രഭു, അനന്യക്ക് ഫസ്റ്റ് ഉണ്ട് സബ് ജൂനിയർ കാറ്റഗറിയില്. അനവദ്യക്ക് പ്രസംഗത്തിന് സെക്കൻഡ്, പിന്നെ ഗുരുദേവ കൃതിക്ക് സെക്കൻഡ്. അനന്യക്ക് എല്ലാത്തിനും ഫസ്റ്റ് ഉണ്ട്. ഗുരുദേവ കൃതി, പ്രസംഗ മത്സരം, ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻ, ഇതിനൊക്കെ ഫസ്റ്റ് ഉണ്ട്. അതാ പ്രഭു. സന്തോഷം. തീർച്ചയായിട്ടും. ബിപിൻ പ്രഭു എന്താ വീഡിയോയിൽ വരൂ. ബിപിൻ പ്രഭുവിനെ മാതാജി ഹൈഡ് ചെയ്തിരിക്കുന്നതാണോ അറിയില്ല. ജയപ്രകാശ് പ്രഭു ഒന്നും മിണ്ടിയില്ലല്ലോ. നമ്മുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. പ്രഭുവിന് അടുത്ത ക്ലാസ്. അതെ,
കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അത് പൊട്ടിച്ചു എബ്രാഹിം പ്രഭു. ഞാൻ ഒന്നും മിണ്ടാതെ ഇറങ്ങി പോകുന്ന ആളിനെ എബ്രാഹിം പ്രഭു അതൊക്കെ ബോംബ് പൊട്ടിച്ചു. രാജീവ് പ്രഭുവിനെ നേരത്തെ അറിയാം. പ്രഭു അത് പറയൊന്നും വേണ്ട, ഞാനാ പറഞ്ഞത് പ്രഭുവോട് കാണുന്നു. നമ്മള് ഊഹിക്കാമല്ലോ. അടുത്ത ആഴ്ച പ്രഭുവോടൊന്ന് പോരാ. 9 മണിയാകും തോന്നുന്നു. ജയപ്രകാശ് പ്രഭുവിന്റെ ടെക്നിക്കാണ് സബ്ജക്ട് മാറ്റുക, പ്രഭുവിന്റെ ക്ലാസ് എടുക്കാൻ. അല്ല പ്രഭു 8 മണിക്ക് പോകുമ്പോ തന്നെ നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ 9 മണിയായാലും ഓടിക്കാറാണ് നമ്മള്. അതെ, പ്രഭുവിനോട് അല്ലാതെ പ്രഭു നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്നതാണ് നമ്മള്. ഹരേ കൃഷ്ണ. സന്തോഷം. എല്ലാവരും വീണ്ടും അപ്പം അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് എല്ലാവർക്കും കാണാം. പിന്നെ നമ്മൾ കേരളത്തിലെ 2 വിഷമം പിടിച്ച കാര്യങ്ങൾ നമ്മൾ കേട്ടു. അവർക്ക് വേണ്ടിയിട്ടും നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഞാനും രാജീവ് പ്രഭു ഒക്കെ പോകുന്ന എയർപോർട്ടാ പ്രഭു അത്. ഓ അത് തന്നെ. ഞാൻ ഒരു പ്രാവശ്യം പോയിട്ട് എനിക്ക് പേടിയായി പോയി. അതെ, എനിക്കും ഇഷ്ടമില്ലാത്ത ഒരു എയർപോർട്ട് അത്. അതെ, ഞാൻ ഇന്ന് അറിഞ്ഞ ഒരു കാര്യം, ഈ എയർപോർട്ട് ഇൻഫ്ലുവൻസിൽ, അതായത് കറപ്ഷനിലൂടെയാണ് അവിടെ എയർപോർട്ട് സ്ഥാപിച്ചത്. ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ടായിരുന്നു സ്ഥാപിച്ചെടുത്തത്. കാര്യം യാതൊരു തരത്തിലും എയർപോർട്ടിന് സ്യൂട്ടബിൾ ആവാത്തൊരു ഹിൽ ടോപ്പ്, റൺവേ, ആവശ്യമായ റൺവേ കിട്ടത്തില്ല. അന്നേ അവിടെ കറപ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. മാത്രമല്ല ഭാവിയില് പല കള്ളത്തരങ്ങൾക്കും വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്തിട്ട് ആ ഭൂമിയുടെ വില കൂട്ടാൻ വേണ്ടിയിട്ട് മറ്റെന്തൊക്കെയോ താല്പര്യങ്ങൾ മുൻനിർത്തി അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ആ പ്രദേശത്തെ എയർപോർട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് കൃത്യമായ സോഴ്സിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അത് കൂടുതൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്തായാലും നമ്മളാണ് അനുഭവിക്കുന്നത്. ഒരുപാട് ഘടകങ്ങളുണ്ട് പ്രഭു, അത് പിന്നെ പറയാം. അതെ, അതെന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുകയുള്ളൂ. അവർക്ക് വേണ്ടിയിട്ട് 3 പ്രാവശ്യം നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഏകം ശാസ്ത്രം നന്നു എവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ചൊല്ലിക്കോളൂ. एकं शास्त्रं देवकी पुत्रगीतम्, एको देवो देवकी पुत्र एव, एको मन्त्रस्य तस्य नामानि यानि, कर्मामि एकं तस्य देवस्य सेवा, त्वमेव माता पिता त्वमेव, त्वमेव त्वमेव देवदेव वासुदेवाय देहे परमने नाशाय गोविन्दाय नमो नमः, वासुदेवाय देवकी नंदनाय च नंदकुमाराय गोविन्दाय नमो नमः, सुदन्देवं कंसचारूरमर्दनं देवकी कृष्णं वन्दे जगद्गुरुं नन्दगोपसुदन्देवं वन्दे गुरुदेवं नमः, श्रीकृष्णं शरणं मम दासोऽहं कृष्णतमः कृष्ण 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 हरे हरे, हरे राम हरे राम 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 हरे हरे. लोका समस्ता सुनो भवन्तु. ओम शांति शांति शांति. हरे कृष्णा, शुभरात्रि. हरे कृष्णा. 10 മിനിറ്റ് തരുമെന്ന് പറഞ്ഞത് പ്രസീത മാതാജി ആപ്ലിക്കബിൾ ആണേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. നന്നു എവിടെ ചേച്ചിമാര് വന്നില്ലേ? ഇല്ല, അവര് ക്ലാസ്സിൽ ഇരിക്കുകയായിരുന്നു. ഓ ഓക്കെ.